رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يؤت الحكمة فقد أوتي خيرا كثيرا. صدق الله العلي العظيم. ബഹുമാന്യരായ പണ്ഡിത നേതാക്കളെ, കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ മുത്തഅല്ലിമീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ പൊരുത്തപ്പെട്ടവരുടെ സദസ്സായി സ്വീകരിക്കട്ടെ. കഴിഞ്ഞ 43 വർഷം ഒന്നരായ ഉസ്താദിൻ്റെ ഓർമ്മകൾ പറയുന്ന സദസ്സുകളിൽ ഓരോ വർഷവും ഒരുപാട് സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ എല്ലാ ശവ്വാലും കടന്നു പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അതിലേറെ സ്ഥലങ്ങളിൽ, വേദികളിൽ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് മലയാളികളായ സുന്നി മുസ്ലിങ്ങൾക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത, പണ്ഡിത ലോകത്ത് കൂടുതലൊന്നും സമാന വ്യക്തിത്വങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത, പ്രാസ്ഥാനിക രംഗത്ത് ചെയ്തു വന്നിട്ടുള്ള ത്യാഗങ്ങൾ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ധാരാളം സേവനങ്ങൾ ഒക്കെ ഈ ഉമ്മത്തിന് വേണ്ടി തൻ്റെ 3 പതിറ്റാണ്ട് കാലത്തെ ജീവിതം കൊണ്ട് നമുക്കായി സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലല്ലാതെ ഒരു സെക്കൻഡ് പോലും വിനിയോഗിക്കാതെ കടന്നുപോയൊരു ജീവിതമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടുവന്ന കാര്യങ്ങൾ, പറഞ്ഞു വന്ന കാര്യങ്ങൾ ധാരാളമായി മാധ്യമങ്ങളിൽ ഇന്ന് ലഭ്യമാണ്. പലരും പറഞ്ഞ കാര്യങ്ങൾ ലഭ്യമാണ്. പലയിടത്തും എഴുതി വെച്ച രേഖകളിൽ ഉസ്താദിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ തപ്പിയെടുക്കാൻ കിട്ടുന്നതാണ്. ആ രേഖകളൊക്കെ പരിശോധിച്ചാൽ യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിൽ, ഫേസ്ബുക്കുകളിലൊക്കെ കാണുന്ന തുണ്ടുകൾ കുറവാണെങ്കിലും ഒന്നിലധികം ഇടങ്ങളിൽ നിന്ന് പുറത്തിറക്കപ്പെട്ട സ്മരണികകൾ, അതിലൊക്കെ ഉസ്താദിനെ വായിച്ചെടുക്കുമ്പോൾ ഒരു 56-57 വയസ്സ് ജീവിച്ചൊരു വ്യക്തിയെക്കുറിച്ച് എത്ര കൊല്ലമാണ് ആവർത്തിച്ച് പറഞ്ഞത് തന്നെ പറയാം. എത്ര ആവർത്തിച്ച് പറഞ്ഞാലും ഉസ്താദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ആവർത്തനമാണെങ്കിൽ പോലും പിന്നെയും കേൾക്കുന്നത് ശ്രോതാക്കൾക്ക് ഹരമായിട്ട് മാത്രമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ലഭ്യമായ മാധ്യമങ്ങളിലൂടെയൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ന് ആ ജീവിതം കണ്ടിട്ടില്ലാത്ത
തൊട്ടറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ഇ കെ അസം മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഇങ്ങനെ ഇന്ന് കിട്ടാവുന്ന രേഖകൾ വെച്ച് നോക്കിയാൽ അദ്ദേഹം ഒരു വഹാബികളെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിയ ഒരാൾ മാത്രമായിട്ടാണ് മനസ്സിലായത്. അങ്ങനെയല്ല, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഒരുപാട് വിശേഷണങ്ങൾ, അവിടെയൊക്കെ നല്ല നല്ല സേവനങ്ങൾ. വെറും വിദ്യാർത്ഥികാരൻ്റെ നേർക്ക് പാഞ്ഞുകൂടി അവരെ വിടാതെ ശല്യം ചെയ്യുക എന്നതല്ല, അതെടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ രംഗത്തും മറ്റാർക്കുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായതുകൊണ്ട് അത് ഉസ്താദിന്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്നു എന്ന് മാത്രം. അല്ലാതെ അത് മാത്രമായിരുന്നില്ല ഉസ്താദിന്റെ പണി. ഒരുപാട് മേഖലകളിൽ സംഘടന ശക്തിപ്പെടുത്തുന്നതിൽ ഉസ്താദിന്റെ പങ്കാളിത്തം, പണ്ഡിതന്മാരെ ആദർശ വിഷയങ്ങൾ പഠിപ്പിച്ച് അവരെ സജ്ജരാക്കുന്നതിൽ ഉസ്താദ് ചെയ്ത സേവനം, അതൊക്കെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഗുണം അതാണ്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം. എന്നാണ് നമ്മുടെ നാട്ടിൽ വിദേഹത്തുകാർ തുടങ്ങിയത്? 1922-ലാണ്. അന്ന് വിദേഹത്തുകാരാന്ന് ആർക്കും അറിയില്ല. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മലബാർ കലാപത്തിന്റെ കെടുതികൾ പരിഹരിക്കാൻ എന്ന വ്യാജേന ഉണ്ടായ ഒരു സംഘടന, അത് പിന്നീട് വിദേഹത്ത് പ്രസ്ഥാനമായി മാറി 922 കഴിഞ്ഞ് 23, 24 കാലങ്ങളിൽ ചെറിയ കുറെ ഭാഗങ്ങൾ ദീനിന്റെ ആശയങ്ങളിൽ കൈകടത്തിക്കൊണ്ട് വന്നപ്പോ പണ്ഡിത ലോകം ഉണർന്നിട്ടാണ് സമസ്ത ഉണ്ടാകുന്നത്. ആ ഉണ്ടായ കാലത്ത് കൂടുതലായി സുന്നികളെ പിടികൂടിയിരുന്ന വിഷയം ഒന്ന് ഖുതുബയുടെ ഭാഷയാണ്. പിന്നെ ശിർക്കുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, അതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നത് മൊഹീദ്ദീൻ മാലയാണ്. മൊഹീദ്ദീൻ മാലയിലെ വരികൾ പാടി ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് പറയാൻ പാടില്ലാത്തതാണ്. മാല മൗലിദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ, ഹദ്ദാദുകൾ തുടങ്ങിയ ദിക്റുകളും മഹാന്മാരെ ഗുണഗണങ്ങളും പറയുന്ന അത്തരം പരിപാടികൾ തെറ്റാണെന്നും ഖുതുബ ഒന്ന് പ്രാദേശിക ഭാഷയിലാക്കണമെന്നും ഇതൊക്കെയാണ്. തുടക്കകാലത്ത് അത്ര പരിമിതമായ വിഷയങ്ങളിലാണ് അവർ വന്നത്. 14 നൂറ്റാണ്ട് ഇന്ത്യയിൽ നിലനിന്ന ഇസ്ലാമിന് അതിനു മുമ്പ് ഒരിക്കൽ പോലും പരിചയമില്ലാത്ത ചില വാദങ്ങളാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിച്ച മുൻകാല നേതാക്കളിൽ ഇത്തരം വാദഗതികൾ നേരിട്ടതിൻ്റെ മാതൃകകൾ, മുൻ മാതൃകകളില്ല. മുഹയ്യിദ്ദീൻ മാലയിലെ വരികൾ പാടിയിട്ട് ഇതൊക്കെ കുഫ്റും ശിർക്കുമാണെന്ന് പറയുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടണം എന്ന വഴി മനസ്സിലാകാതെ തുടക്കകാലത്ത് അല്പം അന്താടിപ്പോടെ പണ്ഡിതന്മാർ നിന്നിട്ടുണ്ട്. ഖുതുബയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് സമസ്തക്ക് രൂപീകരണം നൽകിയതിന് ശേഷം ഈ വിദ്യാർത്ഥികാരെ നേരിടാനുള്ള വഴി പണ്ഡിത ലോകത്തിന് പരിശീലിപ്പിച്ചുകൊണ്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു ആദ്യമായി അതിനെ നേരിടാൻ ഇവിടെ വന്നത്. പാങ്ങിൽ ഉസ്താദിന്റെ പ്രഭാഷണത്തിലൂടെ മുഹയ്യിദ്ദീൻ മാലയിലെ എല്ലാ വരികളും തൗഹീദാണ്. അതിലൊട്ടും ഈമാനിനോ തൗഹീദിനോ എതിരില്ല. അതുപോലെ അന്ന് കൊണ്ടുവന്ന ഏതൊക്കെ വാദങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ മറുപടി. കാലങ്ങൾ ഇങ്ങനെ പിന്നിട്ടപ്പോഴാണ് പുതിയ വാദങ്ങളൊക്കെ വന്നത്. 1975 പോലും ഈ വിദ്യാർത്ഥികാരന് തറാവീഹ് 20 റക്അത്താണ്. 75 അടിച്ച പുസ്തകം, അവരെ മദ്രസയിൽ പഠിപ്പിച്ച പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അതിൽ 20 റക്അത്താണ് തറാവീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ ഈ 25 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ തുടക്കത്തിൽ വന്ന വിദ്യാർത്ഥിനെ നേരിടാൻ പാങ്ങിക്കാരന്റെ സാന്നിധ്യം എല്ലായിടത്തും നിറഞ്ഞു നിന്നു. പാങ്ങില് വഫാത്തായി. അപ്പൊ എന്താ ഉണ്ടായത്? അനിശ്ചിതത്വം. ഈ പണി നിർവഹിക്കാൻ ഇനി നമുക്കാരെന്ന ഉത്തരമില്ലാത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ വിടവ് നികത്താൻ അതുവരെ ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരാൾ അള്ളാഹുവിന്റെ ദീനിന്റെ തൗഫീഖ് എന്ന നിലയിൽ കടന്നു വരുന്നത് കണ്ണൂർ ജില്ലയിലെ പുറങ്ങുകാരനായ റഷീദുദ്ദീൻ മൂസാക്കുട്ടി മുസ്ലിയാരാണ്. പാങ്ങിക്കാരന്റെ ആ വിടവ് വളരെ സമർത്ഥമായി അദ്ദേഹം നിർവഹിച്ചു പോന്നു. കൂടുതൽ കാലം അദ്ദേഹത്തിന് ആ രംഗത്ത് കിട്ടിയില്ല. പെട്ടെന്ന് അദ്ദേഹം വഫാത്തായി. വീണ്ടും അനിശ്ചിതത്വം. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ വഫാത്തായപ്പോ ഇനി ആര് അത് നിർവഹിക്കാൻ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ആരുമില്ലാത്ത സന്ദർഭം വിദേഹത്തുകാരൻ അല്പം ശക്തിയോടെ നല്ലോണം വിളയാട്ടം നടത്തിയിട്ടുണ്ട്. നേരിടാൻ ആര്? നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ അക്കാലം വരെ ശീലിച്ച പാരമ്പര്യ വഴലാണ് അറിയാം. ഇതിനെ നേരിടേണ്ടുന്ന ഗണ്ണന പ്രസംഗം നടത്തി വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ച് സ്വീകരിച്ചാൽ അതിനെ നേരിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ആരുണ്ട്? അവിടെയാണ് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കദഹു കൊല്ലം ജില്ലയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വാഴക്കാടൻ മുസ്ലിയാർക്ക് കത്തയച്ചിട്ട് നല്ല ഇൽമുള്ളതിനോടൊപ്പം പ്രസംഗ വാചാലതയും വൈഭവവുമുള്ള ഒരു പണ്ഡിതനെ മലബാറിലേക്ക് വിട്ടു തന്നില്ലെങ്കിൽ ഏതാനും നാളുകൾ കൊണ്ട് മലബാർ മൊത്തം വിദേഹത്വവൽക്കരിക്കപ്പെടും. അതിന് നല്ലൊരു പ്രഭാഷകനെ വേണം എന്ന് വാഴക്കാട്ടുകാരനായ കൊല്ലത്ത് ദർസ് നടത്തിയിരുന്ന വാഴക്കാടൻ ഉസ്താദ്, അങ്ങനെ അദ്ദേഹത്തെ പറയാം, അവിടെ തന്നെയാണ് വഫാത്തായത്. അദ്ദേഹത്തിന് കിട്ടിയ കത്തിന്റെ ഫലം മലബാറിലേക്ക് വിദേഹത്തുകാരെ നേരിടാൻ പറഞ്ഞയക്കപ്പെട്ട നേതാവാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. പതിക്ക് കിട്ടിയ സമയം എൻ്റെ ഓർമ്മയിൽ 10-12 വർഷക്കാലം മലബാറിൽ പതി നടത്തിയ അതിഗംഭീരമായ മുന്നേറ്റം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടനക്ക് ചെറുതല്ലാത്ത വളർച്ച, വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു. അത്ര സമയം ഒരുപക്ഷെ പാങ്ങിലിനോ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർക്കോ ലഭിച്ചിട്ടില്ല. അദ്ദേഹവും വളരെ ചെറുപ്രായത്തിൽ 43 വയസ്സുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അരിക്കുട്ടി മുസ്ലിയാർക്ക് അറിയുന്നല്ലോ, 43 അദ്ദേഹത്തിന്റെ വയസ്സ്. വഫാത്തായി, കോഴിക്കോട് വെച്ച് വഫാത്താകാണ്. നേരത്തെ 2 ആൾ വഫാത്തായപ്പോണ്ടായ അതേ അനിശ്ചിതത്വം പതി വഫാത്തായപ്പോഴുണ്ടായി. ഇനി ആരാണ്? പിന്നെ പതിക്ക് ശേഷം ആ ദൗത്യം നിർവഹിക്കാൻ അത് പറമ്പക്കടവിൽ നിന്നാണ്, എഴുത്തച്ഛൻ കണ്ടിയിൽ നിന്നാണ്. ഒന്നിരായ ഞങ്ങളുടെ ഗുരു ശൈഖുനാ ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു. പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ വേദി ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇക്കാക്ക വിശ്രമിച്ചോളൂ, ഞാൻ നോക്കാം എന്ന അർത്ഥത്തിൽ പരിമിതമായ ഇടങ്ങളിൽ തലകാണിക്കേണ്ടി വന്നപ്പോഴേക്കും തൻ്റെ 30-ാം വയസ്സ് 25-ന് ശേഷം 26-27-ാം വയസ്സിൽ ബാക്കിയാത്തിൽ നിന്ന് വന്ന ആ ഉടനെയുള്ള കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ എല്ലാ അരിവും മുക്കും പരിശോധിച്ച് അവരുടെ എവിടെയൊക്കെ അവർക്ക് പരിക്ക് പറ്റിയത്, എവിടെയാണ് അവർക്ക് പിഴച്ചത്, പിന്നാലെ നടന്ന് അതെല്ലാം കണ്ടുപിടിച്ച് അവരെ പിടിക്കേണ്ടയിടത്ത് പിടിച്ച് ഇരുത്താൻ സാധിച്ചത് പിന്നീടുള്ള കാലഘട്ടം. കേരളത്തിൽ നടന്ന സംവാദങ്ങളിൽ, ഗണ്ണന പ്രസംഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായ 100 കണക്കിന് ഗ്രാമങ്ങൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അവിടെയൊക്കെ സംവാദമല്ല ഗണ്ണന പ്രസംഗമാണോ അവസാന വാക്ക് കെ അസമുലരാണ്. കോടതികളിലാണോ അവസാന വാക്ക് കെ അസമുലരാണ്.
സംവാദത്തിലാണോ EKS മുസ്ലിയാർ ഉണ്ടോ അവിടെ ഇനിയൊരു പേടിയില്ല അങ്ങനെ ആ ഒരു സമാധാനം അതില്ലാത്ത. അപ്പൊ മരുത എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. നേരത്തെ സ്വാഗതം പറഞ്ഞു ആ പ്രസംഗത്തിന് മഴ കൊണ്ട് വെള്ളത്തിൽ മുക്കി ചളിയായി പള്ളിയിൽ കയറാൻ പറ്റാതെ അതിൻ്റെ നാട്ടിലാണ് മരുതയില് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ വേണ്ടി വന്നതായിരുന്നു. അവിടെ എന്തായിരുന്നു വരവിന് കാരണം? വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാരെയാണ് സമീപിച്ചത് മരുതക്കാർ. അദ്ദേഹം പറഞ്ഞു, രണ്ടാലൊരു ഈക്ക വേണമെന്ന്, അല്ലാതെ പറ്റില്ല. രണ്ടാലും ഒരു ഈക്കെ, വലുതായാലും വേണ്ട ചെറുതായാലും വേണ്ട, അത് വേണം. എങ്കിൽ ഞാൻ വരാം. അദ്ദേഹത്തിന്റെ ആ നിലപാടാണ് വന്ദനായ ഉസ്താദ് EKS മൗലവി അവിടെ വന്നത്. അത് വ്യവസ്ഥക്ക് വന്ന അന്ന് തന്നെ സംവാദമായി മാറുകയും അതോടെ ആ പ്രദേശത്ത് ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി ഞാൻ പറയുന്നത് 82 ഉസ്താദ് വഫാത്തായി. അന്ന് ഞാൻ നിശ്ചിതത്തുണ്ടായോ? ഇനി നമുക്ക് ആരാണെന്നൊരു ചോദ്യം അപ്പോൾ ഉണ്ടായില്ലല്ലോ. എന്തേ കാരണം? അത് സംഘടനാ പ്രവർത്തനത്തിൽ തൻ്റെ മുൻഗാമികൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യം ഉസ്താദ് അവരുടെ രംഗത്ത് വന്നപ്പോൾ 30 വർഷം സമസ്തക്ക് വേണ്ടി വേദിയിൽ അരങ്ങത്ത് നന്നായി പ്രവർത്തിച്ചെങ്കിൽ ആ 30 വർഷത്തിൽ ഒരു 15-20 വർഷക്കാലമെങ്കിലും ഷഅബാൻ 10 ദർസ് നിർത്തിയ മുദരിസുമാരെ, പ്രസംഗിക്കാൻ ശേഷിയുള്ള പണ്ഡിതന്മാരെ അടങ്ങിയിരിക്കാൻ അനുവദിക്കാതെ 15 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന പണ്ഡിത ക്യാമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കാൻ പണിയെടുത്തത് അത് വന്നിരായ ഉസ്താദിന്റെ പണിയാണ്. അതുകൊണ്ട് ആ ഉസ്താദ് വഫാത്തായപ്പോ ഇനി ആരെന്ന ചോദ്യത്തിന്, അങ്ങനെ ഒരു ചോദ്യത്തിന് ഗ്യാപ്പില്ലാതായത്. ഇത് സംഘടന വർക്കല്ലേ. ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മുതല്ലിമായ കാലത്ത് അത്തരം ക്യാമ്പുകളിൽ. ഏറ്റവും അവസാനം നടന്ന ക്യാമ്പ് മർക്കസിലാണ്. പിന്നെ നടന്നിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ നടന്നിട്ടില്ല. കാസർഗോഡ് K. സുലൈമാൻ ഹാജിയുടെ വീട്ടിൽ നടന്നിട്ടുണ്ട്, എനിക്കറിയാം. K. സുലൈമാൻ ഹാജിയുടെ വീട്ടിൽ ഒരു വട്ടമല്ല, അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തും 10-15 ദിവസം 300-400 പണ്ഡിതന്മാർ, ദർസ് നടത്തുന്ന മുദരിസുമാർ, വയല് പറയുന്ന പണ്ഡിതന്മാർ, അവർ ക്യാമ്പ് ചെയ്ത് താമസിക്കും. എന്നിട്ട് ഓരോ ദിവസം ഓരോ വിഷയം, ഓരോ ദിവസം ഓരോ വിഷയം. ഒരു ദിവസം ജുമുഅ ഖുതുബ, ഒരു ദിവസം ശിർക്കും തൗഹീദും, മറ്റൊരു ദിവസം സുന്നത്തും ബിദ്അത്തും, വേറൊരു ദിവസം മാലയും മൗലൂദും, വേറെ ഒരു ദിവസം ഇജ്തിഹാദും തഖ്ലീദും. അങ്ങനെ 9 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് അവതരണം ളുഹർ വാങ്ക് കൊടുക്കുന്നത് വരെ അവതരണം നടക്കും. ഭക്ഷണം കഴിഞ്ഞാൽ പഠിതാക്കൾ, ഉസ്താദുമാർ പോയി, പഠിതാക്കളായ ആ പണ്ഡിതന്മാർ അതുവരെ എടുത്ത ക്ലാസിനെ കുറിച്ച് ബഹസ് ചർച്ച നടത്തുന്നു. ചർച്ചകൾ നടത്തിയിട്ട് മഗ്രിബ് വരെ അവർ കഥ പഠിക്കും. മഗ്രിബിന് ശേഷം ഇതേ നേതാക്കൾ വീണ്ടും ആ ക്യാമ്പിൽ അന്നെടുത്ത ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം ഈ പഠിതാക്കൾ ചർച്ച നടത്തിയത്, അതിലുണ്ടായ ഇഷ്കാലുകൾ, സംശയങ്ങൾ, ചോദ്യത്തിനും ഉത്തരം രാത്രി നടക്കാതാണ്. അങ്ങനെ അന്നത്തെ ആ ഒരു വിഷയം സമ്പൂർണമാക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം വഹിച്ചത് വന്ദിരായ ഉസ്താദ് EKS മൗലവി അവറുകളാണ്. ഏത് ചോദ്യത്തിനും അന്തിമമായി മറുപടി പറയാൻ ഉസ്താദ് അവറുകൾ വേണം. എന്ത് ചോദിക്കണം, എങ്ങനെയും ചോദിക്കാം. എന്ത് ചോദിച്ചാലും ഒരു പ്രശ്നമല്ല. ഉസ്താദിന്റെ പ്രത്യേകത എന്താ അറിയോ? കോടതിയിലായാലും വാദപ്രതിവാദ സ്റ്റേജിലായാലും ഗണ്ണന പ്രസംഗങ്ങളിലായാലും ഒരു സാധനം കയ്യിലുണ്ടാവില്ല. കിതാബില്ല, കടലാസില്ല, കുറിപ്പുകളില്ല, ഒന്നുമില്ല. ചോദിച്ചാൽ അത് കണ്ണിറുക ചിമ്മിയിട്ട് തന്റെ കൽവിൽ നിന്ന് എടുത്തു പറയുന്ന ആ ഉത്തരം അത് കൃത്യമായിരിക്കും. കാസർഗോഡ് നടന്നൊരു ക്യാമ്പില് അബൂഹന്ന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അബൂഹന്നത്തെ നമ്മുടെ കോഴിയോടും വൈദ്യം കുട്ടി മുസ്ലിയാരുടെ പിയാപ്പിളയാണ്. മുഫത്തായി നല്ല ഗണന പ്രാസംഗികനായി. അപ്പൊ ഇജാസുൽ ഖുർആൻ ദർസ് എടുത്ത ആ ദിവസം ഖുർആന്റെ ഇജാസ്
അതാണ് ഒരു ദിവസത്തെ ക്ലാസ്. അതിൽ ഖുർആന്റെ ഒരക്ഷരത്തിന് 10 ഹസനാത്ത് കൂടി കിട്ടും. അലിഫ് ലാം മീം ലാ ഖുൽ അലിഫ് ലാം മീം ഹർഫുൻ ലാക്കിൻ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ എന്നൊക്കെ ഹദീസ് അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ തമാശയും മൂപ്പരോട് എന്ത് തമാശയും പറയാം. ഈ അബുവിന് അവസാന ക്ലാസ് പാതിയായി ഒരു 1.5 മണിയൊക്കെ ആയിട്ടുണ്ട്. ചോദ്യോത്തരം ഖുർആനിൽ ഏതക്ഷരം വന്നാലും കൂലിയിട്ടുന്നു ഉറപ്പന്നെ. അയാളെയൊക്കെ ഖുർആനുണ്ടല്ലോ വല്ലത്തി അഹ്സനത്ത് ഫർജഹ. അപ്പം അതിൽ അവസാനം പറഞ്ഞ വാക്ക് അതിങ്ങനെ ആവർത്തിച്ചാൽ കൂലിയിട്ടുമോ എന്ന് വെച്ചു. വാണിയമ്പലുണ്ട്, KT മോഹന മുസ്ലിയാരുണ്ട്, അവിടെ ഓർമ്മയുണ്ട്. MM ബഷീർ മുസ്ലിയാരുണ്ട്. അപ്പൊ ഇതിനെന്താ ഉത്തരം പറയാം? അത് അപ്പോൾ തന്നെ ഓടി വന്നു. അത് പറഞ്ഞാലും കൂലി കിട്ടും, പിന്നെ അത് മാത്രം പറഞ്ഞതിന് കുറ്റവും കിട്ടും എന്ന് പറഞ്ഞു. അള്ളാന്റെ കലാമെന്ന് എന്തിനാ അത് മാത്രം എടുത്ത് പറഞ്ഞു? കൂലി അതിന് കിട്ടും, പിന്നെ അത് മാത്രം പറഞ്ഞതിന് കുറ്റവും കിട്ടും. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. ഇമ്മാതിരി ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അക്കല്ലില്ലുമ ലവ് ഹറാമാണ് എന്ന വാദത്തെ പൊളിക്കാനാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ അത് ആ തൗഫീഖിന്റെ ലിസാനിലൂടെ കോടതിയിലും സംവാദവേദിയിലും ഖണ്ഡന പ്രസംഗങ്ങളിലും ആര് ചോദിച്ചാൽ അവിടെയും ഇതിന് ഈ കേരളത്തിലെ ഉലമാക്കളെ പാകമാക്കുന്ന പണി തൻ്റെ 3 പതിറ്റാണ്ട് പടയോട്ടത്തിന്റെ ഒരു ഭാഗമായി ദർസുകൾ അടച്ചാൽ ശേഷിക്കുന്ന 20 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞത് 10 ദിവസമെങ്കിലും ക്യാമ്പുകൾ നടത്തി ഇതിന് പറ്റുന്ന പണ്ഡിതന്മാരെ ചിട്ടപ്പെടുത്തി എടുക്കാത്ത വർഷം ഞാൻ മുത്താലിമായ കാലത്ത് അതില്ലാതുണ്ടായിരുന്നില്ല. ഈ പണിയെടുത്തത് ആരാ? ആ പണിയുടെ ഫലമാണ് നമ്മുടെ സുൽത്താനുൽ ഉലമയൊക്കെ അണ്ടമർഹും അണ്ടോണ വൈദ്യ മുസ്ലിയാരും കൈപ്പെട്ടതാ. ചെറിയ ഉസ്താദിന് അബ്ദുല്ലാഹു മർക്കദവും കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാറിന് അബ്ദുല്ലാഹു മർക്കദവും നാട്ടിക മൂസോലിയർ പോലത്തെ ആൾക്കാർ, ഇവരൊക്കെ ഇതിന് ശേഷിയുള്ളവരായത് എങ്ങനെ? ഈ പണ്ഡിത ക്യാമ്പിലൂടെയാണ്. മുസ്തഫൽ ഫൈസി കഴിവുള്ളവനായത് എങ്ങനെയാ? ഇത്തരം വിഷയങ്ങളിൽ അസമൂലിയർ സംഘടിപ്പിച്ച ഇത്തരം സമസ്തയുടെ മേൽവിലാസത്തിൽ നടന്ന പണ്ഡിത ക്യാമ്പുകളിൽ ചർച്ചകളിൽ പങ്കെടുത്ത് ചോദ്യവും ഉത്തരവും ഓരോ ചോദ്യത്തിൻ്റെയും എന്ത് ചോദിച്ചാലും, വിക്രസ് ചോദിച്ചാലും, കാര്യത്തിൽ ചോദിച്ചാലും, ആളെ കുതിരയാക്കാൻ ചോദിച്ചാലും അതിൻ്റെ ഒക്കെ മറുപടി എങ്ങനെ പറയണമെന്ന് പഠിപ്പിക്കുന്ന ആ വേദികൾ. അതുകൊണ്ട് ഉസ്താദ് വഫാത്തായപ്പോ നമുക്കിനി ആര് എന്ന ആ അർത്ഥത്തിലുള്ള ചോദ്യം. ഉസ്താദിനെ പോലത്തെ ഒരാള് ഇല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതും അള്ളാന്റെ ദീനാണല്ലോ. നമുക്ക് അതിന്റെ പേരിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല. സുൽത്താൻ ഉലമയും അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നിന്ന സുന്നത്ത് ജമാഅത്തിന്റെ പടയണികൾ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ മാത്രം ഇവിടെ ഉണ്ട്. ഒരാളുടെ അഭാവം നമുക്ക് നിർഭയത്വം സമ്മാനിച്ചിട്ടില്ല. ഇത് സംഘടനാ രംഗത്ത് ഉസ്താദ് ചെയ്ത ദീർഘദൃഷ്ടിയോടെ ചെയ്തു വന്ന. ഇനി ഒരാൾ വഫാത്തായാൽ നമുക്കാര് എന്ന ചോദ്യം ഇവിടെ വരാനേ പാടില്ല. ഈ പ്രവർത്തനം വേറൊരു രംഗം ഞാൻ പറയാം. അസമൂലിയരെ പോലത്തെ ഒരാള് ദർസ് നടത്താൻ പറ്റിയൊരു നാടല്ല പാലക്കാട്, ഇന്നും അല്ല. പാലക്കാട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മോശമാക്കി പറയാമെന്ന് കരുതരുത് കേട്ടോ. സംഭവം അങ്ങനെയാണ്. നല്ലൊരു ദർസ്, നല്ലൊരു മുദരിസിന് ദീനും ദർസും വളർത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു രാജ്യമേ ആയിരുന്നില്ല പാലക്കാട്. എന്നാൽ ഇന്നത്തെ പരുവത്തിലേക്ക് അത് എത്തിച്ചതിന്റെ മൂപ്പരെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്നറിയുന്നത്? മൂപ്പരവിടെ ചെല്ലണ കാലത്ത് ഒരൊറ്റ മദ്രസയും ആ നഗരത്തിലില്ല. പരിസരങ്ങളിലെ ഊരുകളും ഗ്രാമങ്ങളും പരിശോധിച്ചാൽ 40-ലേറെ സ്ഥലങ്ങൾ ജുമുഅ നടക്കുന്ന പള്ളികളുണ്ട്, പക്ഷെ ഒറ്റ മദ്രസ എവിടെയില്ല. കുട്ടികളെങ്ങനെ ദീൻ പഠിക്കല്? KM മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന അന്നത്തെ ചെറുപ്പക്കാരനായിരുന്ന പ്രവർത്തകൻ
നേരത്തെ കണ്ടറിഞ്ഞ ആ യാഥാർത്ഥ്യം ഇത് പരിഹരിക്കാൻ ഇരുമ്പുജോലയിൽ നിന്ന് ഒരു പ്രത്യേക കാരണത്താൽ ഇടക്കാലത്ത് ദർസ് നിർത്തി വന്നപ്പോൾ നിങ്ങളെ പ്രവർത്തനം ഇനി ആവശ്യം പാലക്കാടാണ്, ദർസിന് അവിടെ സംവിധാനം നമുക്കുണ്ടാക്കാം, നിങ്ങളെ പ്രവർത്തനം അവിടെ വേണമെന്ന് പറഞ്ഞ് പാലക്കാട്ടേക്ക് കെ എം മുഹമ്മദ് കോയ കൊണ്ടുപോകുമ്പോൾ അന്നത്തെ അവസ്ഥ ഞാൻ ഈ പറഞ്ഞത്. എവിടെയും മദ്രസല്ല. ചില കുടിലുകളിൽ ചില മൊല്ലമാർ അറബി അക്ഷരം കൂട്ടി വായിക്കാനും ഫാത്തിഹ സൂറത്ത് ഓതാനും പിന്നെ നിസ്കാരത്തിന്റെ കണക്കൊക്കെ പഠിപ്പിക്കുന്ന പരിമിതമായ അറിവ്. ഉസ്താദ് അവിടെ ചെന്നിട്ട് എന്താ ചെയ്തത്? എല്ലാ ഗ്രാമങ്ങളിലും കയറി ചെന്ന് മദ്രസകൾ ഉണ്ടാക്കാൻ വേണ്ട പണിയെടുത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 40-ലധികം പ്രദേശങ്ങളിൽ ഇന്ന് വലിയ സ്ഥാപനങ്ങളായി നിൽക്കുന്ന മദ്രസകൾ അത് മുഴുവനും ഇ.കെ. അസമൂല്യരെ സംഭാവനയാണ്. ആ തുടക്കകാലത്തെ ആളുകളുടെ പ്രശ്നം എന്തായിരുന്നു അറിയോ? മദ്രസൊക്കെ തട്ടിക്കൂട്ടാം, ഓടും മരം ഉണ്ടായാൽ മതി, പക്ഷേ ഇത് നിത്യം നടന്നു പോകാൻ ശമ്പളം കൊടുക്കണ്ടേ? ശമ്പളം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഉസ്താദ് പറഞ്ഞു, ശമ്പളം കൊടുക്കണ്ട, മുഅല്ലിമീങ്ങളെ ഞാൻ തരാം, മുഅല്ലിമീങ്ങളെ ഞാൻ തരാം, നിങ്ങൾ ശമ്പളം കൊടുക്കണ്ട, വണ്ടിക്കൂലി കൊടുത്താൽ മതി, ശമ്പളം കൊടുക്കണ്ട. ഇവിടെ ഉസ്താദ് എന്താ ചെയ്തത്? തൻ്റെ ദർസിൽ പഠിക്കുന്ന 60ഓളം വരുന്ന കുട്ടികളുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് 62 കുട്ടികളുണ്ട് പാലക്കാട്. ആ 62 ആളും മദ്രസ മുഅല്ലിമീങ്ങളാണ്. നിർബന്ധമാണ് മദ്രസയിൽ പോയി കൊള്ളണം. ഉസ്താദ് ചെന്ന തുടക്കം മുതൽക്ക് തന്നെ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇൽമിനെയും ദർസിനെയും സ്നേഹിക്കുന്ന ഒരു മുദർരിസ് തൻ്റെ ശിഷ്യന്മാരെ കൂട്ടത്തിലെ ഒരു കുട്ടിയെപ്പോലും ഒരു മദ്രസ മുഅല്ലിമാവാൻ മനപ്പൊരുത്തത്തോടെ സമ്മതിക്കേയില്ല. ഏത് മുദർരിസും സമ്മതിക്കില്ല. ഞാൻ ദർസിലാക്കുന്ന കാലത്ത് ഞാൻ സമ്മതിച്ചിട്ടില്ല, ഇപ്പോഴും സമ്മതിക്കില്ല മുഅല്ലിമാവാൻ. ആ പണി മോശമായത് കൊണ്ടല്ല, അവനൊരു വലിയ ഉസ്താദാവാനും വലിയൊരു മുഫ്തിയാവാനും കഴിവുള്ളവനാണെങ്കിൽ ആ വഴിക്ക് അവനെ വിടുന്നതിന് തടസ്സമാകുന്നു ഇത് എന്നതാണ്. ശമ്പളം കിട്ടും, പൈസ കിട്ടും, പിന്നെ പഠിപ്പ് കൂട്ടുതിരിയും. അപ്പോ അർഹരായ ആലിമീങ്ങൾ വളർന്നുണ്ടാവേണ്ടതിന് മുടക്കമാണത് എന്ന കാരണം കൊണ്ട് മുഅല്ലിം പണി മോശമായിട്ടല്ല. പക്ഷേ നല്ല നിയന്ത്രണം ഞാൻ നടത്തേണ്ടി വരും തൻ്റെ കുട്ടികളെ കാര്യത്തിൽ എന്ന് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഓരോ മുത്തഅല്ലിമിനെയും നിർബന്ധ മുഅല്ലിങ്ങളാക്കിയിട്ട് ആ നാട്ടുകാർക്ക് കൊടുത്തു. എത്ര ശമ്പളം? 15 റുപ്യ. എന്തിനാ 15 റുപ്യ? 15 റുപ്യ വേണം ഒരു മാസത്തിൽ. എങ്ങനെ പോവാ? 3 കിലോമീറ്റർ, 4 കിലോമീറ്റർ, പരമാവധി 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ കോളേജിൽ നിന്ന് ദൂരം ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ. രാവിലെ സുബഹി നിസ്കരിച്ച് ഒരു സുബ്ഹാണ് കഴിഞ്ഞാൽ 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയിലേക്ക് എല്ലാവരും പോയിക്കൊള്ളണം. 9 മണിക്ക് മദ്രസ വിട്ട് തിരിച്ചെത്തണം. അതിന് ശേഷം ക്ലാസ്. എന്താണ് എങ്ങനെയറിയോ? ജന്നത്തുൽ ഉലൂം കോളേജിന്റെ മുറ്റത്ത് രാത്രി ഇശാ നിസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിച്ച് കുട്ടികൾ വരുമ്പോ നിറയെ സൈക്കിൾ ഉണ്ടാവും. സൈക്കിൾ നാളെ രാവിലെ മദ്രസയ്ക്ക് പോകാൻ സൈക്കിൾ ഷോപ്പിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത് കൊടുന്നച്ചാണ്. 1 മണിക്കൂറിന് 25 പൈസയാണ് വാടക. 2 മണിക്കൂറിന് 50 പൈസയാണ്. അതിന്റെ ശേഷം മുഹമ്മദ് 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 100 വട്ടം ചൊല്ലിയിട്ട് അവസാനം ഒരു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറ്റൂലേ? ഫിഖിന്റെ ചർച്ചയിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലതെങ്ങനെ? ഓരോ മുഹമ്മദിനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലണം. നമ്മൾ അസ്മാഉൽ ബദരി അല്ലൂല്ലേ, ഓരോന്നിനും റളിയല്ലാഹു കൂട്ടിയിട്ടും സയ്യിദിനെ കൂട്ടിയിട്ടുമാണ് ചെല്ലാറുള്ളത്. എന്നാൽ അത് കൂട്ടാതെ ഒന്നായിട്ട് ചൊല്ലിട്ട് ഒടുക്കം ഒറ്റ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷെ നല്ല എങ്ങനെ? നല്ലത് ഓരോന്നിനും റളിയല്ലാഹു പറയലാണ്. നമ്മളെ ഇഹ്തിറാം അങ്ങനെയാണ്. അപ്പൊ ഫുഖഹാക്കളെ കൂട്ടത്തിൽ അത് പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. റസൂലുള്ളാഹിന്റെ പേര് കേട്ട് സ്വലാത്ത് ഇല്ലാതിരിക്കാൻ 1 വട്ടം കേട്ട 1 സ്വലാത്ത് വേണം, 2-ാം വട്ടം കേട്ട 2 സ്വലാത്ത് വേണം, 100 മുഹമ്മദ് പറഞ്ഞാൽ 100 സ്വലാത്ത് വേണം. ഇത് പറ്റൂല എന്ന തർക്കം ഫിഖിലുണ്ടായിരിക്കെ തരീഖത്തിന്റെ ശൈഖ് ഉപദേശിക്കേണ്ടത് ഏതാണ്?
100 വട്ടം മുഹമ്മദ് ഒറ്റ സ്വലാത്ത് മതി എന്ന് പറയല, അത് സൂക്ഷ്മതയ്ക്കെതിര. ദീനിന്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പറ്റൂന്നും പറ്റൂലെന്നും പറഞ്ഞവരുണ്ടെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞ ഭാഗത്തല്ലേ സൂക്ഷ്മത, അത് പരിഗണിക്കണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാട്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ശരീഅത്തിന്റെ മൂല്യന്മാർക്ക് തിരിയില്ലാന്നും ഞങ്ങൾ പറയുന്നത് ഹഖീഖത്തിന്റെ ഇൽമാണെന്നൊക്കെ പറഞ്ഞ് പെണ്ണുങ്ങളെ കൈ പിടിക്കണീനും പോലെ നേരിട്ട് ബയ്യത്ത് ചെയ്യണീനും ഒരു തടസ്സമില്ലാത്ത നിസ്കാരത്തിന് അതൊന്നും അങ്ങനെ വേണമെന്നില്ല എന്നൊക്കെ പഠിപ്പിച്ച ആശയം. തമിഴ്നാട്ടിലെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രതിനിധികൾ പാലക്കാട് വന്ന് ഉസ്താദിന്റെ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ഒരു പേച്ച തരീഖത്തുകാരനാണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ആധികാരികത ഒന്നുമില്ലല്ലോ, അത്തരം വല്ല രേഖകൾ നിങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങൾ കൊണ്ടു കൊടുത്തു. അത് വായിച്ചു മനസ്സിലാക്കി പഠിച്ചു ബോധ്യപ്പെട്ട ശേഷം ഇത് തെറ്റായ തരീഖത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഒന്നരായ ഉസ്താദ് കോയമ്പത്തൂരിൽ പോയി 3 ദിവസത്തെ വയലു പരമ്പര നടത്തി. ആ പരമ്പരയോട് കൂടി ജനങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് വിട്ടു. ഇയാൾ ഒറ്റപ്പെട്ടുമ്പോ ഇയാൾക്ക് ഇനി എന്താകണം? ഉസ്താദിനെ കണ്ടുകൊണ്ടിട്ട് ചോദ്യം ചെയ്യണം. പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹവും ഖാദിമും കയറി വന്നു. ഖാദിമ് പുറത്തു നിന്നു, ഇദ്ദേഹം റൂമിനുള്ളിലേക്ക് കയറി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നിങ്ങളാണോ ഈ കാസമുൽ? ഞാനാണ്. നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്താ വിഷയം? നിങ്ങളാണോ തമിഴ്നാട്ടിൽ വന്ന് എൻ്റെ ത്വരീക്കത്തിന് പറഞ്ഞു? ഞാൻ തന്നെയാണ്. എന്താ എൻ്റെ ത്വരീക്കത്തിൽ തെറ്റ്? അത് പറഞ്ഞാൽ ഞങ്ങളവിടെ നിൽക്കി ക്ലാസ് കഴിയട്ടെ, എനിക്ക് സമയമല്ല, എപ്പോൾ പറയണം? ശൈഖല്ലേ? 3-4 തവണ താണ് കൂണ് കേണ് പറഞ്ഞു നോക്കി. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ഞാൻ തിരുത്തി തരാം, പക്ഷെ ഈ ക്ലാസ് അങ്ങ് പൂർത്തിയാക്കോളം ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വെയിറ്റിങ്ങിന് സമയമല്ല, ഇപ്പൊ പറയണം. എന്താ തെറ്റ്? ഉസ്താദ് പുസ്തകം എടുത്തു. ഇത് നിങ്ങൾ എഴുതിയതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. 2-3 ബുക്കുണ്ട്. ഇത് നിങ്ങൾ തന്നെ എഴുതിയതല്ലേ? എഴുതിയതാണ്. ഇതിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റുന്ന? പിന്നെ ഇയാളെ ചോദിച്ചു. ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ എനിക്ക് ഒഴിവില്ല, ഇറങ്ങട റൂമിൽ നിന്ന്. തെറ്റ് പറയാതെ ഇറങ്ങൂല എന്ന് പറഞ്ഞപ്പോഴേക്ക് ചൂരലെടുത്തിട്ട് നിർബന്ധിപ്പിക്കുവാണ് സർഫാക്കി. അടിയാണ് കൊണ്ടിട്ട്. ഒരടിയൊന്നുമല്ല, എന്തടിയാണ് ഈ ഷേഖിനെ അടിച്ചത്? ഖാദിമ് ഓടി അടി കണ്ടിട്ട്. ഇപ്പൊ ബടി എന്ന് പറഞ്ഞാൽ ഈ വിരലിന്റെ മണ്ണാണോ? സുമൂലിന്റെ ബടി അങ്ങനെ ഈ വിരലിന്റെ മണ്ണാണ്. അതിൻ്റെ ഒരു തലക്കം മുഴയാണ്. ആ മുഴ പിടിക്കാനുള്ള ആവശ്യം മൂപ്പർ അവിടെ എല്ലാം പിടിക്കാം, മറ്റേ തലക്കല്ല പിടിക്കുക. അപ്പൊ ഈ തല്ല് കൊള്ളണമെങ്കിൽ മുഴ കൊണ്ട് കൂടി പോകും. അങ്ങനെ അടിക്കണം. അടി കൊണ്ട് ഷെയ്ഖ് വണ്ടി, പിന്നാലെ ഉസ്താദ് വണ്ടി. കോണിമ്മൽ എത്തിയപ്പോൾ അവിടുന്ന് ഉന്തി വിട്ടു. അപ്പോൾ കരണം കുത്തി മറിഞ്ഞു. പിന്നാലെ ഉസ്താദ് ഇറങ്ങി കോളേജിന്റെ മുറ്റത്തെത്തി തുരുതുര അടിച്ചിട്ട് ഗേറ്റ് കടക്കോളം ചാമി അത് കേട്ടോ. പാലക്കാട് ഒരുപാട് ആൾക്കാരോട് ഈ മനുഷ്യൻ പോയി ശിക്കായത്ത് പറഞ്ഞു നോക്കി. അസംമൂല്യരല്ലേ അടിച്ചാ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പറഞ്ഞു. അവസാനം ആകെ പറഞ്ഞു പോലീസുകാരോട് പോയി പറഞ്ഞു. പോലീസുകാരോട് പറയാം വൈദ്യമ്പള്ളിത്തെ മൂല്യരല്ലേ, അതവിടെ ഇടപെടില്ല, വെളിയിൽ പോയിപ്പോ. ഞാൻ ചോദിക്കുന്നത് ഏത് മൂല്യർക്ക് അങ്ങനെ ധൈര്യം ഉണ്ടാകുക? അള്ളാഹുവിന്റെ ദീനിൽ ഒക്കില്ല എന്ന് കണ്ടാ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തോനെ മൻറാമിങ്കും മുങ്കരം പല്ലുകൈന്ന് കൈകൊണ്ട് കൈകാര്യം ചെയ്ത ഒറ്റ ആളെ നമുക്ക് പറയാനുള്ളൂ എന്ന് വേണമെങ്കിൽ ഉസ്താദിനെ കുറിച്ച് പറയാം. ഇത് നാട്ടുകാർ കിട്ടിയ അടിയല്ല. നാട്ടുകാർ കിട്ടിയ അടി കാസർഗോഡുണ്ട്. ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ കിട്ടിയ അടിയിൽപ്പെട്ട അടിയാണ്. ഒരു പ്രത്യേക വിഷയത്തിൽ ബമ്പൻ ലാത്തി ചാർജ് നടത്തി. സുബൈന്റെ ശേഷമാണ്. മാലിക് ദിനാർ യത്തീംഖാനയിലെ കുട്ടികളും ഉസ്താദുമാരും 1-ാം ജമാഅത്ത് കഴിഞ്ഞപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്ന നാട്ടുകാരും എല്ലാവരും ഒറ്റപ്പെട്ടവരും ഈ യത്തീംഖാനയിലെ മാനേജർ ഉൾപ്പെടെയുള്ളവരും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്താലിമീങ്ങളായ ഞങ്ങളെ പിന്നാലെ പടയോട്ടം നടക്കുകയാണ്. കുറെ കുട്ടികൾക്കും കിട്ടി, കുറെ നാട്ടുകാർക്കും കിട്ടിയവരൊക്കെ പോന്നു. കാസർഗോഡ് താലൂക്കിൽ ആദ്യ അരച്ച ലാത്തിച്ചാർജ് നടത്തി എന്നുള്ള വിഷയം.
ആ സംഭവം വിപിഎക്കുട്ടി മെമ്പറും ഉസ്താദിന്റെ 1-ാം കൊല്ലത്തെ ആണ്ടിന്റെ അന്ന് പത്രത്തിൽ പാതിരാവിലെ ഇടിയും പുലർക്കാവിലെ അടിയും എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. വലിയ സംഭവങ്ങളാണ് അതൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദിന്റെ ധീരത, ഉസ്താദിന്റെ കൂർമ്മ ബുദ്ധി, ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളാണ് കോടതിയിൽ നിന്നോ സംവാദവേദിയിൽ നിന്നോ വന്നാലും, വാദപ്രതിവാദമല്ല, ഇനി ഗണന പ്രസംഗമാകട്ടെ, അവിടുത്തെ സ്റ്റേജുകളിൽ നിന്ന് വന്നാലും ചോദ്യത്തിന്റെ ഉത്തരം അത് വളരെ വ്യക്തമായി. എന്താ ഇതിന്റെ കാരണം? നിങ്ങളെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പറമ്പക്കടവിൽ ജുമാഅത്ത് പള്ളിന്റെ മുൻഭാഗത്ത് വെച്ചൊരു വലിയ അനുസ്മരണം നടന്നിരുന്നു അല്ലേ? ഞാൻ അന്നൊരു പ്രഭാഷകനായി വന്നിട്ടുണ്ട്. അന്ന് പൊന്മള ഉസ്താദുണ്ട്, കോടമ്പഴ ബാബുമുസ്ലിയാരുണ്ട്. ഞാൻ അന്ന് പ്രവാസിയാണ്. അപ്പൊ ലീവില് വന്ന സമയത്താണ്. ഞാനും പ്രസംഗിക്കാനുണ്ട്. എൻ്റെ ദൗത്യം AP ഉസ്താദ് എത്തോളം പ്രസംഗിക്കലാണ് എൻ്റെ പണി. ഞാൻ AP ഉസ്താദ് വരുന്നവരെ ഞാൻ പ്രസംഗിച്ചു. AP ഉസ്താദ് ലാസ്റ്റ് വന്നു. ഞാൻ AP ഉസ്താദിന്റെ കൂടെ ഒരുപാട് ഇത്തരം വേദി ഉള്ളിടത്ത് ഞാൻ കൂടിയിട്ടുണ്ട്. എന്നാൽ അന്ന് AP ഉസ്താദ് ഇവിടെ ചെയ്ത പ്രസംഗം 1 മണിക്കൂറാണ്. അങ്ങനെ എവിടെയും അസമൂലരെ കുറിച്ച് AP ഉസ്താദ് അത്രത്തോനെ പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. അന്ന് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? മങ്ങാട് ഭാഗത്ത് AP ഉസ്താദ് മുത്തല്ലിമാവുന്ന കാലത്ത് കോഴിക്കൽ എന്നോ മറ്റോ പറഞ്ഞ മറ്റൊരു പ്രദേശം, അവിടെ വിദേഹത്തുകാരും സുന്നികളും 2 വിഭാഗം പണ്ഡിതന്മാർ സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഒത്തുകൂടുന്നു എന്നറിഞ്ഞപ്പോൾ മുത്തല്ലിമായിരുന്ന ഞാൻ ഒരു കിതാബും കയ്യിൽ പിടിച്ചിട്ട് അത് കേൾക്കാൻ പോയി. AP ഉസ്താദ് മൂപ്പര അനുഭവം പറയണം. അന്ന് മൂപ്പരാരും അറിയുന്നല്ലോ, ഒരു മുതിർന്ന മുത്തല്ലിമാണ്, ഉസ്താദ് ഫീൽഡിലുള്ള ആളാണ്. അപ്പൊ അവിടെ 2 വിഭാഗം നേതാക്കൾ ഒത്തുകൂടി സംവാദത്തിന്റെ ചർച്ച നടക്കുകയാണ്. പക്ഷെ അത് തന്നെ സംവാദമായി മാറി. അന്ന് തന്നെ സംവാദം നടന്നു, സംവാദത്തിന് വിജയിച്ചു. പിറ്റേന്ന് രാവിലെ സുന്നികൾ വിജയാഘോഷം എന്നോണം പൊതുജനങ്ങൾക്ക് വേണ്ടി ക്യാമ്പ് നടക്കുകയാണ്. ആ ക്യാമ്പിൽ അസമൂലരാണ് ക്യാമ്പ് നയിക്കുന്നത്. ആമയൂർ മുഹമ്മദ് മുസ്ലിയാരും ഉണ്ട് അത്രേ. അങ്ങനെ AP ഉസ്താദ് ചോദിച്ചു സമൂലരോട്, തമ്മിൽ അറിയൊന്നുമില്ല കേട്ടോ, ഈ വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കാനും മറ്റുള്ളവർ വെല്ലുവിളിച്ചാൽ അത് ഏറ്റെടുക്കാനും ധൈര്യം കിട്ടൽ എങ്ങനെ? ഇതാണ് AP ഉസ്താദ് ചോദിച്ചത്. വെല്ലുവിളിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നു? മറുഭാഗം വെല്ലുവിളിച്ചാൽ അത് ഏൽക്കാൻ ധൈര്യം വരുന്നു. ഈ ധൈര്യം എങ്ങനെ കിട്ടും? സമൂലയോട് ചോദിച്ചാണ്. എന്താ ധൈര്യത്തിന് പ്രശ്നം? അല്ല, ചോദ്യം ആദ്യം എഴുതി തരില്ലല്ലോ. ചോദിക്കുമ്പോ അല്ലേ അറിഞ്ഞോളൂ എന്താ ചോദ്യം എന്ന്. മുൻകൂർ തന്നെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. അതില്ല. ചോദ്യം കേൾക്കുമ്പോഴേ നമ്മൾ എന്താ ചോദ്യം അറിഞ്ഞോളൂ. അപ്പൊ തന്നെ മറുപടി പറയണ്ടേ. ഈ ധൈര്യം എവിടുന്നാ കിട്ടുക? അതിന് ഉസ്താദ് കൊടുത്ത മറുപടി അതാണെന്ന് ഉസ്താദോട് പ്രസംഗിച്ചു. എന്താ ഉസ്താദ് കൊടുത്ത മറുപടി? ഞാൻ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതല്ലാത്ത ഒരു നിയ്യത്തും എനിക്കില്ല. ആ സത്യസന്ധത മാത്രമാണോ നിങ്ങളെ ഉള്ളിലുള്ളതെങ്കിൽ ഏത് ചോദ്യം പെട്ടെന്ന് വന്നോട്ടെ, അള്ളാഹുവിന്റെ ദീനിനാവശ്യമായ മറുപടി നമ്മുടെ നാവിലൂടെ അള്ളാഹു തരും. ഇതല്ലാത്തൊരു ഉത്തരം അതിനില്ല. എന്നിട്ട് AP ഉസ്താദ് പറയാം, പിന്നീടുള്ള എൻ്റെ അനുഭവങ്ങളിൽ അത് തന്നെയാണ് ശരിയെന്ന് എനിക്ക് ബോധ്യമായി. ഇത് പഠിപ്പിച്ചതും പ്രയോഗിച്ച ആൾ അസമൂലരാണ്. ഞാൻ പറയുന്നത് അതന്നെയാണ് അസമൂലർ. അതെപ്പോ എന്ത് ചോദിച്ചാലും, കോടതി ചോദിച്ചാലും, അഹമ്മദ് വക്കീൽ ചോദിച്ചില്ലേ, അഹമ്മദ് വക്കീലാണ് മിക്ക സ്ഥലത്തും. പിന്നെ ഏത് വിഷയത്തിലായാലും ഉസ്താദിനെ മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല ഭാഗത്തൊക്കെ കേസ് അദ്ദേഹം എടുക്കുക. അഹമ്മദ് വക്കീൽ ആരാ? അദ്ദേഹം തുഴഫ വരെയൊക്കെ ഓതി പഠിച്ച നല്ല പണ്ഡിതനാ. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പെങ്ങളെ മകനാണത്. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരെ നിന്ന് കിതാബ് ഓതിയ ആളാണ്. ആരാ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ?
ഇത്ര വലിയ മഹാനല്ലേ. അപ്പൊ അദ്ദേഹത്തിൽ നിന്നും കിതാബ് നല്ലോണം ഓതിപ്പടിച്ച ഷാഫി മദ്ഹബിന്റെ കിതാബുകളൊക്കെ നന്നായി അറിയുന്ന വ്യക്തിയാണ് ഈ അഡ്വക്കേറ്റ് അഹമ്മദ്. അദ്ദേഹം ചോദിച്ചത് ഷൊർണൂരിലെ ഒരു ബീവിക്കുട്ടിയുടെ മക്ബറ വിവാദമായപ്പോ 2 വയസ്സോ 3 വയസ്സോ ആയ ഒരു ബീവിക്കുട്ടി മറമാടപ്പെട്ടു. അതിന് ദർഗ കെട്ടി, സയ്യിദ് കുടുംബാണല്ലോ. അപ്പൊ അവിടുത്തെ വിദേഹത്തുകാര് ഇതെന്താ പൊതുശ്മശാനത്തിൽ അങ്ങനെ കെട്ടാൻ പാടില്ലല്ലോ, അപ്പൊ അത് കെട്ടാം, സ്വാലിഹീങ്ങളത് ഒഴികെന്ന് നമ്മുടെ ഫുഖാഹ് പറഞ്ഞിട്ടുണ്ട്. പൊതുശ്മശാനത്തിൽ ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല. ഇല്ലാ ഖുബൂറു സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഖബർ ഒഴികെ അത് കെട്ടിപ്പൊക്കാമെന്നുള്ളത് കൊണ്ട് ഇതാ ഗണത്തിൽപ്പെടുന്നതാണ്. ഇതിനെ പൊളിക്കാൻ അഡ്വക്കേറ്റ് അഹമ്മദ് തിരൂർ കോടതിയിൽ വെച്ച് ഉസ്താദിനോട് ചോദിച്ചു, അല്ല മൂല്യരെ, സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്നല്ലേ? സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്നല്ലേ എന്ന ചോദ്യം. അല്ല എന്നാണ് ഉസ്താദിന്റെ മറുപടി. നമ്മൾ അന്തപ്പെടൂലേ? ഇപ്പൊ ഈ കുട്ടികളോട്, ഈ മുത്താലിങ്ങളോട് ചോദിച്ചു നോക്കാണ്, ഇവിടെ ചോദിച്ചു നോക്കാണ്, സാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ എന്നല്ലേ? ഇവരൊക്കെ പറയാം അതേന്ന്. പക്ഷെ ഉസ്താദ് അല്ല എന്ന് പറഞ്ഞു. ഇതെന്താണെന്നറിയോ? ഉസ്താദ് പറഞ്ഞ മറുപടി 2 വട്ടം ആവർത്തിച്ച് ചോദിച്ചു, സാലിഹ്യങ്ങൾ എന്താ സജ്ജനങ്ങളല്ലേ? അല്ല, സജ്ജനങ്ങളല്ല. പിന്നെ സാലിഹ്യങ്ങൾ എന്ന വാക്കിന് എന്താ അർത്ഥം? മഹാന്മാർ. മഹാന്മാരെന്നാണ് അർത്ഥം. ഇതെന്തിനാ പറഞ്ഞത്? സജ്ജനങ്ങളാണ് അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ 2 വയസ്സായ ഈ കുട്ടി എന്ത് സുഹൃതമാ ചെയ്തത് എന്ന് ബാക്കിൽ ചോദ്യം വരും. ഒരു സുഹൃതം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ സുഹൃതം ചെയ്തവരെന്ന് മാത്രമല്ല, മഹാന്മാരൊക്കെ സാലിഹീങ്ങളാണ്. അതിൽ സുഹൃതം ചെയ്തിട്ട് സാലിഹീങ്ങളായവരുണ്ട്, ജന്മം കൊണ്ട് സാലിഹീങ്ങളായവരുണ്ട്. ആ മഹാന്മാർ അതിന് ബൈത്താണ്. സുഹൃതം ചെയ്തവർ മാത്രമല്ല, മഹാന്മാരാണ്. മഹത്വം കൊണ്ട് പദവി കിട്ടിയവർക്കാണ് സാലിഹ്യങ്ങൾ എന്ന് പറയാ. അല്ലെങ്കിലും ആ പേര് ഓർക്കുന്നത് മരിച്ചിട്ടല്ലേ? നോക്കുകയാണെങ്കിൽ അമ്പിയാക്കന്മാരൊക്കെ ദുആ ഖുർആനിലുണ്ടല്ലോ, തൗഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിച്ചേരണം എന്നിട്ട് സാലിഹ്യങ്ങളിലേക്ക് ചേർത്തി തരണം എന്നാ. അപ്പൊ സാലിഹ് എന്ന പേര് സത്യമാകുന്നത്, ഉറക്കുന്നത് മരിച്ചതിന്റെ ശേഷം. എന്തുകൊണ്ട്? പല സാലിഹ്യങ്ങളും മരണത്തിന്റെ തൊട്ടു മുമ്പ് വൈവറ്റി പോയിട്ടുണ്ട്, കഴിച്ചു പോയിട്ടുണ്ട്. അപ്പൊ സലാഹിയത്ത് നഷ്ടപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിൽ ഇസ്ലാം. ഖൽബ് മരിയുന്ന സാധനമാണ്, അതിനെ മറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, എന്റെ കൽബിനെ ഇസ്ലാമിയത്തിൽ ഉറപ്പിച്ചു തരണേ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ സക്കറാത്തിന്റെ നേരത്ത് പോലും അതുവരെ നന്നായി ജീവിച്ചവനെ പേപ്പിക്കാൻ പറ്റും ഇല്ലേ? അതുകൊണ്ട് സ്വാലി എന്ന പേരൊരാൾക്ക് ഉറക്കുന്നത് അയാൾ നല്ല നിലയിൽ മരിച്ചു കിട്ടിയാലാണ്. അതിന് കുറെ സുഹൃതം ചെയ്യണമെന്നില്ല, പവിത്രത ഉണ്ടായാൽ മതി. അതൊക്കെ സാലിഹ്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ചോദ്യം എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചോദ്യം എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് കൊടുക്കേണ്ട മറുപടി. ആ മറുപടിയിൽ ചിലപ്പോൾ വക്കീലന്മാരെ വട്ടം കറക്കം ചെയ്യും, തമാശ പറഞ്ഞിട്ട് കളിപ്പിക്കും വക്കീലിനെ. ഒരിക്കൽ ഒരു വക്കീൽ ചോദിച്ചു, കോടതിയിൽ നിന്നാണ്, വേറെ വക്കീല, ഒരു വാര്യരാണ്, കണ്ടാൽ തന്നെ പേടിയാ പോയാണ്. ഞാൻ കോടതിയിൽ ഉണ്ടായിരുന്നു സമയം. എന്ത് ചോദിച്ചത്? നിങ്ങൾ ഈ സൊല്ലു കമാറായിത്തു മുനി ഉസല്ലി, അതിന്റെ വാദം എന്താ? സൊല്ലു കമാറായിത്തു മുനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന ഹദീസ്, അതെല്ലാവരും സമ്മതിക്കുന്ന ഹദീസാ. ഈ ഹദീസിനകത്ത് ഞാൻ ഖുത്ബ ഓതിയതുപോലെ ഓതുവിൻ എന്ന ആശയമുണ്ട് എന്നാണ് ഉസ്താദിന്റെ വാദം. ഞാൻ ഖുത്ബ ഓതിയതുപോലെ ഓതണമെന്ന് ഏതിലുണ്ട്? ഞാൻ നിസ്കരിച്ചത് കണ്ടതുപോലെ നിസ്കരിക്കുവിൻ എന്ന് നബി പറഞ്ഞാൽ ഞാൻ ഖുത്ബ ഓതിയതുപോലെ ഓതണമെന്ന് അതിലുണ്ട്. എങ്ങനെ അതിലുണ്ടാവുക? അതിന് മൂപ്പർക്ക് ഉസൂലാണ്, നിദാന ശാസ്ത്രം എന്ന് പറയുന്നു. മലാ യത്തിമുൽ വാജിബു ബിഹി, മലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ ലിവുജൂബിൽ വാജിബി. ഒരു നിർബന്ധ കാര്യം പൂർണ്ണമാവാൻ മറ്റൊരു കാര്യം ആവശ്യമാണെങ്കിൽ ഈ നിർബന്ധ കാര്യത്തിന്റെ കൽപ്പനയിൽ ആ മറ്റേ കാര്യവും കൊള്ളുന്ന.
എന്ന് വെച്ചാൽ പോയി നിസ്കരിക്കട എന്ന് പറഞ്ഞാൽ നിസ്കാരം ശരിയാവണമെങ്കിൽ ഒതു വേണ്ടേ? ഒതു എടുക്കടാന്ന് അതിലുണ്ട്, അത് വേറെ പറയണോ? പക്ഷെ ആ പറഞ്ഞ മാതിരിയാണ്. പോയി നിസ്കരിക്കുന്ന തന്നെ ഒതു എടുക്കുന്ന തന്നെയാണ്. ഒതുല്ലെങ്കിൽ ഒതു എടുത്ത് നിസ്കരിക്കുന്ന. തുണി എടുക്കാൻ വേണമെങ്കിൽ തുണി എടുക്കുന്നു അതിലുണ്ട്, കാരണം അതില്ലാന്ന് ശരിയാവില്ല. കിബിലക്ക് തിരിയുന്നത് അതിലുണ്ട്, അപ്പോഴേ നിസ്കാരാവുള്ളൂ. ജനാപത്തുണ്ടായിരുന്നെങ്കിൽ കുളിക്കുന്ന അതിലുണ്ട്, സൊല്ലു കമാറായി തുമനി ഉസല്ലി അതിലുണ്ട്. ഇതെല്ലാ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ വെള്ളിയാഴ്ച ജുമയെ കുറിച്ചും അതേ ഹദീസ് ബാധകമാണ്. വെള്ളിയാഴ്ച ജുമ ഖുതുബ അല്ലാതെ പറ്റുമോ? അപ്പൊ ഞാൻ ഖുതുബ ഓതിയതുപോലെ ഓതുവിൻ എന്ന് അതിലുണ്ടെന്നാണ്. അപ്പോ അത് തെളിയിക്കുന്ന കുറെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തു. വക്കീലിന് ബോധ്യപ്പെടുത്തി. വക്കീലിനെ മറ്റൊരു പഠിപ്പിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? ഇയാളൊരു ഹദീസ് ഉണ്ടാക്കുകയാണ്. സൊല്ലൂക്കമാറായിത്തുമൂനി ഉസല്ലിയില് ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ ഈ പ്രവാചകൻ അങ്ങനെ തന്നെ പറയുമായിരുന്നെങ്കിൽ അതിന്റെ അറബി എങ്ങനെ വരിക? നമുക്കൊരു ചോദ്യം. അതായത് ഉഖ്തുബു കമാർ റഅയ്തുമൂനി അഖ്തുബു എന്നൊരു ഹദീസ് ഉണ്ടോ എന്നാ ചോദിക്കണേ വക്കീല്. ഉസ്താദിനോട് ചോദിക്കാണ്, ഞാൻ നിസ്കരിച്ചത് കണ്ടതുപോലെ നിസ്കരിക്കുക എന്ന പ്രവാചക വചനത്തിൽ ഞാൻ കുത്തുബ ഓതിയതുപോലെ ഓതുക എന്ന ആശയവും ഉണ്ട് എന്നത് ബോധ്യായി. പക്ഷെ പ്രവാചകൻ ഞാൻ കുത്തുബ ഓതിയതുപോലെ നിങ്ങളും ഓതുക എന്ന് തന്നെ പറയുമായിരുന്നെങ്കിൽ അതിന്റെ അറബി എങ്ങനെ മുസ്ലിയാരെ വരെ ഒന്ന് പറയൂന്ന വക്കീലിന്റെ ചോദ്യം. ഉസ്താദ് പറഞ്ഞു, അങ്ങനെ പ്രവാചകൻ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അതെന്താ പറയാൻ പാടില്ല? പ്രവാചകൻ എന്തിക്കുവാനില്ല, അവ ആവശ്യമില്ലാത്ത സംസാരിക്കൂല. സൊല്ലു കമാറായി തുമനി ഉസല്ലി തന്നെ ആ കാര്യം വന്നെങ്കിൽ ഇനി അക്കാര്യം തന്നെ വേറെ പറയണെന്തിനാ? ആ നേരത്തെ വേറൊരു കാര്യം പറഞ്ഞൂടെ? അത് പ്രവാചകത്വത്തിന് നിരക്കാത്തതാണെന്ന് പറഞ്ഞു. ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. ശരി, മൂപ്പര് പറഞ്ഞു സങ്കല്പികമായിട്ട്, അഥവാ പ്രവാചകൻ ഇതല്ല പറഞ്ഞത്, അതാ പറഞ്ഞത് നോക്കുക. സൊല്ലു കമറത്തും മുസല്ലി അല്ല പറഞ്ഞത്, ഞാൻ കുത്തുബ ഓതിയത് കണ്ടതുപോലെ നിങ്ങൾ ഓതുക എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ അതിന്റെ അറബി ഒന്ന് പറയോ എന്ന് വെച്ചു. അത് പറയുകയാണെങ്കിൽ ഞാൻ പറയാം. പുസ്തകം പറഞ്ഞു, നല്ലൊരു പദ്യമുണ്ട്, നല്ല അറബി ഭാഷയെ പ്രശംസിച്ചു. ലൂത്തുൻ ഇദാ വറദത് അലാ അസ്മാഇനാ കാനത് ലനാ ബർദൻ അലൽ അക്ബാദി. ലൂത്തുൻ ഇദാ വറദത് അലാ അസ്മാഇനാ, കാതുകളിൽ വന്ന് മുഴച്ചാൽ കാനത് ലനാ ബർദൻ അലൽ അക്ബാദി, കരളിന് കുളിര് പകരുന്ന ആശയം. അതാണ് അറബി ഭാഷ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. അതിന്റെ അവസാനം വാതുച്ചരിക്കാൻ പറ്റുന്നവരെ മുഴുവൻ കവി പറയുന്നത് ഈ ഭാഷ ലോക മുസ്ലിങ്ങളെ ഒന്നിപ്പിച്ച ഐക്യത്തിന്റെ ഭാഷയാണ്. ഏത് ഭാഷക്കാരും അറബി അറിയാത്ത മുസ്ലിങ്ങളുണ്ടോ? ഏത് നാട്ടിലായിക്കോട്ടെ. പോലെ പോലെ പടച്ചോനെ അള്ളാഹ് നല്ല ഒറ്റ പേരുണ്ടല്ലോ എല്ലാവരും വിളിക്കുന്നത്. നിങ്ങൾ മറ്റു മതക്കാർ ഓരോ നാട്ടിൽ പോയൊക്കെ വിവിധ പേരല്ലേ. നമ്മൾ അള്ളാഹ് എന്നല്ല പറഞ്ഞ, നമ്മളൊക്കെ ബിസ്മില്ലാഹി. മലയാളിയും തമിഴനും ഇംഗ്ലീഷുകാരനും യൂറോപ്യനും പിന്നെ ആഫ്രിക്കക്കാരനും ഒക്കെ. അപ്പോ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഭാഷയാണെന്ന് പറഞ്ഞിട്ട് വാതുച്ചരിക്കാൻ കഴിയുന്ന എല്ലാവരുടെയും ആഗ്രഹം അതാണ്. അപ്പൊ വാതുച്ചരിക്കാൻ കഴിയും മുസ്ലിങ്ങൾക്കാണ്, മുസ്ലിമീങ്ങൾക്കാണ്. അങ്ങനെ തന്നെ വാത് മാത്രല്ല ഹാബു അങ്ങനെ വെക്കുന്നു അല്ലേ? മുസ്ലിങ്ങളല്ലാത്തവര് മുഹമ്മദ് എന്നാ പറയാ, നമ്മൾ മുഹമ്മദ് എന്ന് പറയുന്നു. അതിനെങ്ങനെയാണ്? ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അക്ഷരമാണ് ഖുതുബന്റെ ഖ. അപ്പൊ ഈ വക്കീൽ ഇത് നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചു, ഉക്തുബു കമാ റഅയ്തുമുനി അക്തുബു എന്ന് ഞാൻ പറഞ്ഞാൽ മുസ്ലിയാരെ ഞാൻ ഖുതുബ ഓതിയതുപോലെ നിങ്ങൾ ഓതുവിൻ എന്ന് അർത്ഥം വരില്ലേ എന്ന് വക്കീൽ ചോദിച്ചപ്പോ ഇല്ല. ഇയാള് രണ്ടാം വട്ടം വീണ്ടും വായിച്ചു, ഉക്തുബു കമാ റഅയ്തുമുനി അക്തുബു, ഞാൻ കുത്തുബ ഓതിയത് കണ്ടതുപോലെ ഓതുക എന്നല്ലേന്ന് അല്ലാന്ന് പറഞ്ഞു. എന്നാ അതിന്റെ മലയാളം നിങ്ങളൊന്ന് പറഞ്ഞ. അത് പറഞ്ഞു, ഞാൻ എഴുതിയത് കണ്ടതുപോലെ നിങ്ങളും എഴുതുക. ഉക്തുബു കമാ റഅയ്തുമുനി അക്തുബു. ഇയാള് ആകെ അന്തം വിട്ടിട്ട് കൂടെ നിൽക്കുന്നവർക്ക് മൗലവിമാരുടെ വേക്കിൽ അലി അബ്ദുൽ റസാഖ് മൗലവിന്റെ നേതൃത്വത്തിൽ മുത്താലിമീങ്ങളായി ഞങ്ങൾ 15 ഉസ്താദിന്റെ വേക്കിലുണ്ട്.
പരസ്പരം സിഗ്നൽ പാടില്ല, മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, കണ്ണ് കാണിക്കാൻ പാടില്ല. എന്ത് ചെയ്യാ? ചോദ്യം ചെയ്യുന്ന വക്കീലും ഈ പ്രതി സാക്ഷി. അവസാനം അവരുടെ വക്കീൽ വാര്യര് മൗലവിമാരിലേക്ക് തിരിഞ്ഞു നോക്കി, എനിക്ക് നിങ്ങൾ എന്ത് ഹലാക്കില പായമ്പരങ്ങളില്ല കുടുക്കിയത്. അവസാനം കമ്മീഷണറോട് സമ്മതം ചോദിച്ചു. കമ്മീഷണർ ഉസ്താദിനോട് ചോദിച്ചു, അവർക്കെന്തോ പറയാൻ, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ പറയാൻ അനുവദിക്കോന്ന് വെച്ചു. അനുവദിക്കാന്ന് പറഞ്ഞു. ഭാര്യ അബ്ദുൽ റസാഖ് മൗലവി പറഞ്ഞു, അത് മൂപ്പർക്ക് അക്ഷര റേറ്റാണ്, ഉക്കുത്തുബു അല്ല, ഉഖ്തുബു കമാ റഅയ്തുമൂനി അഖ്തുബു എന്നാണ് എന്ന് അലി അബ്ദുൽ റസാഖ് മൗലവി പറഞ്ഞതോടെ അങ്ങനെയാണ് വെച്ചു. ആണോ? എന്നാലും അത് തെറ്റാണ് അവസ്ഥ. എന്നാലും തെറ്റാകണത് എങ്ങനെ? അതെങ്ങനെ തെറ്റാകണത്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഖുത്ബ എന്ന് പറയുന്നത്, നിസ്കാരം എന്ന് പറയുന്നത് കാണപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് സല്ലു കമാ റഅയ്തുമൂനി എന്ന് പറഞ്ഞു. ഖുത്ബ കാണൂല, ഖുത്ബ കേൾക്കുന്ന സാധനാണ്. ഉഖ്തുബു കമാ സമീഅ്തുമൂനി അഖ്തുബു എന്നാണ് പറയേണ്ടത്. പക്ഷേ നിങ്ങൾ പറഞ്ഞിടത്ത് റായ്ത്തുമൂനിയല്ലേ, ഖുത്ബ കാണാൻ കിട്ടൂല, ഖുത്ബ കേൾക്കാനേ കിട്ടുള്ളൂ. അപ്പൊ ആ ഭാഷ തെറ്റാണ്. ഈ അബദ്ധമൊക്കെ വരാതിരിക്കാനല്ലേ ഞാൻ ആദ്യമേ ഉഖ്തുബു കമാ അഖ്തുബു എന്ന് പറഞ്ഞത് സാങ്കല്പികമായി. ഇനി അതിന്റെ പേരിൽ തന്നെയല്ലേ ഒന്നിൽ നിന്ന് കിട്ടിയ ആശയം ഇനി വേറെ ഒരു ഭാഷ കൊണ്ട് രണ്ടാമത് പറയല് അനാവശ്യമാണ്, പ്രവാചകൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോ വക്കീൽ ആ ഫയൽ ഒന്നാകെ മാറ്റിവെക്കാണ്. ഇങ്ങനെ തന്നെ ചോദ്യം ചെയ്യുന്ന വക്കീലിനെയും ജഡ്ജിമാരെ വരെ ചിരിപ്പിച്ചുകൊണ്ട് അന്തം പിടിച്ചുകൊണ്ട് കോടതിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ഒരു പണ്ഡിതൻ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ പ്രശ്നമുണ്ടായിടത്തൊക്കെ EKS മുസ്ലിയാർ കയറാത്ത കോടതി ഏതാ എന്ന് നോക്കിയാൽ മതി. കയറിയ കോടതി കണ്ട ഇങ്ങനെ കോടതി കയറിയ ഒരു മുസ്ലിയാരുണ്ടോ? അസമൂലിയർക്ക് തിരക്കാണെന്നും, അസമൂലിയർക്ക് തിരക്കാണ്. ഒരു മിനിറ്റ് ഒഴിവില്ല. കൃത്യമായി ഭക്ഷണം കഴിക്കാൻ വരെ ഒഴിവില്ല. ജീവിതം വളരെ ലളിതമാണ്. ഭക്ഷണം കഴിക്കാൻ ഒഴിവില്ല. സുഖമായി ഒന്ന് കിടന്നുറങ്ങാൻ മൂപ്പർക്ക് കിട്ടാറില്ല. ബെഡിൽ കിടന്ന് പുറപ്പും പതിച്ച് ഊർക്കം വലിച്ചൊരു ഉറക്കം മൂപ്പർക്ക് തിരക്കാ. നല്ലൊരു പദ്യമുണ്ട്, നല്ല അറബി ഭാഷയെ പ്രശംസിച്ചു. ലുഗത്തുൻ ഇദാ വറദത് അലാ അസ്മാഇനാ കാനത് ലനാ ബർദൻ അലൽ അക്ബാദി. ലുഗത്തുൻ ഇദാ വറദത് അലാ അസ്മാഇനാ, കാതുകളിൽ വന്ന് മുഴച്ചാൽ കാനത് ലനാ ബർദൻ അലൽ അക്ബാദി, കരളിന് കുളിര് പകരുന്ന ഒരു ആശയം. അതാണ് അറബി ഭാഷ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. അതിന്റെ അവസാനം വാതുച്ചരിക്കാൻ പറ്റുന്നവരെ മുഴുവൻ കവി പറയുന്നത് ഈ ഭാഷ ലോക മുസ്ലിങ്ങളെ ഒന്നിപ്പിച്ച ഐക്യത്തിന്റെ ഭാഷയാണ്. ഏത് ഭാഷക്കാരും അറിവറിയാത്ത മുസ്ലിങ്ങളുണ്ടോ? ഏത് നാട്ടിലായിക്കോട്ടെ. പോലെ ദൈവം പോലെ പടച്ചോനെ അള്ളാഹ് നല്ല ഒറ്റ പേരുണ്ടല്ലോ എല്ലാവരും വിളിക്കുന്നത്. നിങ്ങൾ മറ്റു മതക്കാർ ഓരോ നാട്ടിൽ പോയൊക്കെ വിവിധ പേരുണ്ട്. നമ്മൾ അള്ളാഹ് എന്നല്ല പറഞ്ഞു, നമ്മളൊക്കെ ബിസ്മില്ലാഹി. മലയാളിയും തമിഴനും ഇംഗ്ലീഷുകാരനും യൂറോപ്യനും പിന്നെ ആഫ്രിക്കക്കാരനും ഒക്കെ. അപ്പോ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഭാഷയാണെന്ന് പറഞ്ഞിട്ട് വാതുച്ചരിക്കാൻ കഴിയുന്ന എല്ലാവരുടെയും ആഗ്രഹം അതാണ്. അപ്പൊ വാതുച്ചരിക്കാൻ കഴിയുന്ന മുസ്ലിങ്ങൾക്കാണ്, മുസ്ലിമീങ്ങൾക്കാണ്. അങ്ങനെ തന്നെ വാത് മാത്രല്ല ഹാബു അങ്ങനെ വെക്കുള്ളൂ അല്ലേ? മുസ്ലിങ്ങളല്ലാത്തവര് മുഹമ്മദ് എന്നാ പറയാ, നമ്മൾ മുഹമ്മദ് എന്ന് പറയും. അതിനങ്ങനെയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അക്ഷരമാണ് ഖുതുബന്റെ ഫ. അപ്പൊ ഈ വക്കീൽ ഇത് നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചു, ഉക്തുബു കമാ റഅയ്തുമുനി അക്തുബു എന്ന് ഞാൻ പറഞ്ഞാൽ മുസ്ലിയാരെ ഞാൻ ഖുതുബ ഓതിയതുപോലെ നിങ്ങൾ ഓതുവിൻ എന്ന് അർത്ഥം വരില്ലേ എന്ന് വക്കീൽ ചോദിച്ചപ്പോ ഇല്ല. ഇയാള് രണ്ടാം വട്ടം വീണ്ടും വായിച്ചു, ഉക്തുബു കമാ റഅയ്തുമുനി അക്തുബു, ഞാൻ ഖുതുബ ഓതിയത് കണ്ടതുപോലെ ഓതുക എന്നല്ലേന്ന്. അല്ലാന്ന് പറഞ്ഞു. എന്നാ അതിന്റെ മലയാളം നിങ്ങളൊന്ന് പറഞ്ഞ അത് പറഞ്ഞു, ഞാൻ എഴുതിയത് കണ്ടതുപോലെ നിങ്ങളും എഴുതുക. ഉക്തുബു കമാ റഅയ്തുമുനി അക്തുബു. ഇയാള് ആകെ അന്തം വിട്ടിട്ട് കൂടെ നിൽക്കുന്നവർക്ക് മൗലവിമാരുടെ വേക്കിൽ അലി അബ്ദുൽ റസാഖ് മൗലവിന്റെ നേതൃത്വത്തിൽ
മുത്താലിമീങ്ങളായ ഞങ്ങൾ 15 ആൾ ഉസ്താദിന്റെ വാക്കിലുണ്ട്. പരസ്പരം സിഗ്നൽ പാടില്ല, മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, കണ്ണ് കാണിക്കാൻ പാടില്ല. എന്ത് ചെയ്യാ? ചോദ്യം ചെയ്യുന്ന വക്കീലും ഈ പ്രതി സാക്ഷി. അവസാനം അവരുടെ വക്കീൽ വാര്യര് മൗലവിമാരിലേക്ക് തിരിഞ്ഞു നോക്കി, എനിക്ക് നിങ്ങൾ എന്ത് ഹലാക്കില പായമ്പരങ്ങളില്ല കുടുക്കിയത്. അവസാനം കമ്മീഷണറോട് സമ്മതം ചോദിച്ചു. കമ്മീഷണർ ഉസ്താദിനോട് ചോദിച്ചു, അവർക്കെന്തോ പറയാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ പറയാൻ അനുവദിക്കുമെന്ന് വെച്ചു. അനുവദിക്കാന്ന് പറഞ്ഞു. ഭാര്യ അബ്ദുൽ റസാഖ് മൗലവി പറഞ്ഞു, അത് മൂപ്പർക്ക് അക്ഷര റേറ്റാണ്, ഉക്കുത്തുബു അല്ല, ഉഖ്തുബു കമാ റഅയ്തുമുനി അഖ്തുബു എന്നാണ് എന്ന് അലി അബ്ദുൽ റസാഖ് മൗലവി പറഞ്ഞതോടെ അങ്ങനെയാണോ ചോദിച്ചു. ആണോ? എന്നാലും അത് തെറ്റാണ് അവസ്ഥ. എന്നാലും തെറ്റാകണത് എങ്ങനെ? അതെങ്ങനെ തെറ്റാകണത്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഖുത്ബ എന്ന് പറയുന്നത്, നിസ്കാരം എന്ന് പറയുന്നത് കാണപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് സല്ലു കമാ റഅയ്തുമുനി എന്ന് പറഞ്ഞു. ഖുത്ബ കാണൂല, ഖുത്ബ കേൾക്കുന്ന സാധനാണ്. ഉഖ്തുബു കമാ സമീഅ്തുമുനി അഖ്തുബു എന്നാണ് പറയേണ്ടത്. പക്ഷേ നിങ്ങൾ പറഞ്ഞിടത്ത് റഅയ്തുമുനിയല്ലേ, ഖുത്ബ കാണാൻ കിട്ടൂല, ഖുത്ബ കേൾക്കാനേ കിട്ടുള്ളൂ. അപ്പൊ ആ ഭാഷ തെറ്റാണ്. ഈ അബദ്ധമൊക്കെ വരാതിരിക്കാനല്ലേ ഞാൻ ആദ്യമേ ഉഖ്തുബു കമാ അഖ്തുബു എന്ന് പറഞ്ഞത് സാങ്കല്പികമായി. ഇനി അതിന്റെ പേരിൽ തന്നെയല്ലേ ഒന്നിൽ നിന്ന് കിട്ടിയ ആശയം ഇനി വേറെ ഒരു ഭാഷ കൊണ്ട് രണ്ടാമത് പറയല് അനാവശ്യമാണ്, പ്രവാചകൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോ വക്കീൽ ആ ഫയൽ ഒന്നാകെ മാറ്റിവെക്കാണ്. ഇങ്ങനെ തന്നെ ചോദ്യം ചെയ്യുന്ന വക്കീലിനെയും ജഡ്ജിമാരെ വരെ ചിരിപ്പിച്ചുകൊണ്ട് അന്തം പിടിച്ചുകൊണ്ട് കോടതിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ഒരു പണ്ഡിതൻ. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ പ്രശ്നമുണ്ടായിടത്തൊക്കെ EK മുസ്ലിയാർ കയറാത്ത കോടതി ഏതാ എന്ന് നോക്കിയാൽ മതി. കയറിയ കോടതി കണ്ട. ഇങ്ങനെ കോടതി കയറിയ ഒരു മുസ്ലിയാരുണ്ടോ? അസമൂലിയർക്ക് തിരക്കാണെന്നോ? അസമൂലിയർക്ക് തിരക്കാണ്. ഒരു മിനിറ്റ് ഒഴിവില്ല. കൃത്യമായി ഭക്ഷണം കഴിക്കാൻ വരെ ഒഴിവില്ല. ജീവിതം വളരെ ലളിതമാണ്. ഭക്ഷണം കഴിക്കാൻ ഒഴിവില്ല. സുഖമായി ഒന്ന് കിടന്നുറങ്ങാൻ മൂപ്പർക്ക് കിട്ടാറില്ല. ബെഡിൽ കിടന്ന് പുറപ്പും പതിച്ച് ഊർക്കം വലിച്ചൊരു ഉറക്കം. മൂപ്പർക്ക് തിരക്കാ. എന്താ തിരക്ക്? വൈകാതനായരാകുമ്പോഴേക്ക് ഒരൊറ്റ പണിക്കാരന് 5 പൈസ കൂലി കൊടുക്കണ്ട. പൈസ ഉണ്ടാക്കുന്ന തിരക്കല്ല. ഒരു കമ്പി കടയിലും പൈസ കൊടുക്കണ്ട, ഒരു സിമെന്റ് കടയിലും പൈസ കൊടുക്കണ്ട, ഒരൊറ്റ തൊഴിലാളിക്കും പൈസ കൊടുക്കണ്ട. മൂപ്പർക്ക് വണ്ടിയില്ല, ഡ്രൈവറുമില്ല, പെട്രോൾ അടിക്കാനും കാര്യം വേണ്ട. പിന്നെന്താ തിരക്ക്? ഈ തിരക്ക് മൂപ്പർക്ക് ജോലി കോടതിയിലാണ്, മൂപ്പർക്ക് തൊഴിൽ വാദപ്രതിവാദ സ്റ്റേജിലാണ്, മൂപ്പർക്ക് ജോലി തിരക്ക് മുത്താലിമീങ്ങളെ മുമ്പിൽ ആലിമീങ്ങൾ ഉണ്ടാക്കുന്ന ദർസാണ്. അതാണ്. കഴിഞ്ഞാൽ മഹല്ലുകളിലെ വിഷയങ്ങളിൽ ഇടപെടാൻ ഓട്ടവും പാച്ചിലുമാണ്. നിൽക്കാൻ ഒഴിവില്ല. എല്ലാ ദിവസവും എവിടെ പോയാലും സുബൈക്ക് കോളേജിലെത്തും, മുത്താലിമീങ്ങളടുത്തെത്തും, ദർശനം നടത്തും, പിറ്റേന്ന് പിന്നെയും പോകും. ഇങ്ങനെ തിരക്ക് പിടിച്ചൊരു മൂല്യര്. ഈ മൂല്യരെ തിരക്ക് ദീൻ മാത്രമാണ്, ദീനിന്റെ വർക്ക് മാത്രമാണ്. നമുക്ക് ഇന്നത്തെ തിരക്ക് പൈസ ഉണ്ടാക്കാനല്ലേ? ദീനിന്റെ ആവശ്യത്തിന് തന്നെയാണ്, വേണ്ടത് തന്നെയാണ്. അതൊന്നും ഇല്ലാതൊക്കെ നമുക്ക് പറ്റൂല. കാലഘട്ടം അങ്ങനെ ആയിട്ടുണ്ട്. ആകുകയും വേണം. നമ്മളെ മാത്രം ആകാന്ന് പറ്റൂലല്ലോ. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ തിരക്ക് അത്തരം കാര്യങ്ങളിലായപ്പോൾ അസമൂലിയർക്ക് ഇന്നുള്ള നേതാക്കൾക്കുള്ള അത്ര പോലും ഒഴിവുണ്ടില്ല. ആ പണി അള്ളാഹുവിന്റെ ദീനിന്റെ പണിയെടുക്കലായിരുന്നു. ഈ ദുനിയാവിന് വേണ്ടിയല്ല. എന്താണ് ഇതിന്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്? ദീനിന്റെ അയിമ്മത്തുകൾ അവരെ കിതാബുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ വരികളും അറബി ഭാഷയുടെ ഗ്രാമർ അനുസരിച്ച്, നിയമമനുസരിച്ച്, ഭാഷാ സാഹിത്യ നിയമങ്ങൾക്ക് വിധേയമായി കൃത്യമായി പഠിച്ചു. ആ പഠിച്ചതിൽ നിന്ന് ഒരു ദറാക്ക് ഇളകാതെ ഇമാമുകളുടെ വരികൾ അങ്ങനെ കൈകാര്യം ചെയ്യുള്ളൂ. മൂപ്പര് മീസാൻ ദർശനത്തുമ്പോൾ സുന്നത്തമായത്തുണ്ടാവില്ലേ? മീസാൻ ദർശനത്തുമ്പോണ്ടോ? ഞങ്ങളോട് പറയാറുണ്ട്, എടാ നിങ്ങളെ നാട്ടിൽ പോകുമ്പോ നിങ്ങൾക്കിപ്പോ 18, 19, 20 വയസ്സ് പ്രായക്കാരാണ്. നിങ്ങളെ നാട്ടിൽ ഇന്ന് 85, 90 വയസ്സുള്ള കാരണവന്മാരുണ്ടാവും. ഓർമ്മ പെശകില്ലാത്ത, അത്തും പിത്തും ആവാത്ത, ചെന്നി ബാധിക്കാത്ത,
കുട്ടിക്കാലം ഓർമ്മയുള്ള 80 മുകളിൽ പ്രായമുള്ള കാരണവന്മാർ നിങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോയി സമീപിക്കണം. എന്നിട്ടോ അവരോട് നിങ്ങൾ ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? അവർ 18കാരായ കാലത്തെ 90കാർ, നിങ്ങളപ്പത്തെ ഈ 90കാരുണ്ടല്ലോ, അവര് 18 വയസ്സുകാരായ ഒരു കാലുണ്ടല്ലോ, അന്നത്തെ 90കാർ ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന പദങ്ങൾ, വാക്കുകൾ, അത് നിങ്ങൾ ചോദിച്ചു പഠിക്കാൻ തുനിഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന് മതിയായ തെളിവ് ആ പഴമക്കാരുടെ പ്രയോഗങ്ങളിൽ കിട്ടുക. അപ്പൊ എത്രയാണ് മൂപ്പരെ കാഴ്ചപ്പാട്? മുതാലിമിയൊക്കെ കൊണ്ട് ഞാൻ പറയാം, ജലാലേനിയിലില്ലേ ഫീഹി തഖ്വീഫുൻ, ചില ആയത്തിന്റെ ഇതില് ഫീ തഖ്വീഫുൻ ലിൽ മുശ്രിക്കീൻ അല്ലെങ്കിൽ ലിൽ കാഫിരീൻ ലിൽ കുഫാർ. ഈ ആയത്തില് മുശ്രിക്കീങ്ങൾക്ക് തഖ്വീഫുണ്ട്, ഫീ ഇൻദാറുൻ, ഇതിൽ ഇൻദാറുണ്ട്. അങ്ങനെ പല ആയത്തിലും മുഫസ്സിരീങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഞാൻ എന്റെ കാര്യം ഞാൻ ഓതിക്കൂല, അസമോലി എടുത്ത് എത്തുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചു കേട്ടോ. എന്താ പറഞ്ഞു? അതിന് പേടിപ്പിക്കലുണ്ട്. മറുപുറത്തുള്ള ശരി ആരോ അവരെ ഫീ തഖ്വീഫുൻ, അതിൽ പേടിപ്പിക്കലുണ്ട്. ഫീ ഇൻദാറുൻ, അതിൽ പേടിപ്പിക്കലുണ്ട്. പക്ഷെ അസമൂല്യര് ജമ്മൂതി തന്നപ്പോഴല്ലേ ഇതൊക്കെ വിശദീകരിച്ചിരുന്നത്. എടാ പഴമക്കാരെ എങ്ങനെ അർത്ഥം വെക്കുക? ഫീ തഖ്വീഫുൻ, അവിടെ പേടിപ്പിക്കലുണ്ട്. ഫീ ഇൻദാറുൻ, അവിടെ പേടിപ്പിച്ചറിയിക്കലുണ്ട്. രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ അഇമ്മത്തുകൾ ഓരോ അറബി പദത്തിനും എന്ത് ആശയങ്ങളും നിർവചനങ്ങളുമാണോ കൊടുത്തത്, ആ നിർവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഷയാണ് പഴയ കാലത്ത് ആലിമീകൾ കിതാബ് ഓതി കൊടുത്തപ്പോൾ അർത്ഥം വെച്ചു കൊടുത്തത്. തഖ്വീഫ് എന്താ? വെറും കേവലം പേടിപ്പിക്കലാണ്. എനിക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ തഖ്വീഫായി. അത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ കാണിച്ചു തരാം, പേടിയാ. എനിക്ക് ഞാൻ കാണിച്ചു തരാം, എന്റെ എല്ല് ഞാൻ ഒളിക്കും പറഞ്ഞു. അപ്പൊ ചെയ്യാൻ പോണ പണി കൂടെ പറഞ്ഞേ, അത് ഇന്താറായി അല്ലേ? മുഖവഫ് ബിഹിയെ കൂടെ പറഞ്ഞാൽ ഇന്താറാണ്, മുഖവഫ് ബിഹി പറയാത്ത തഖ്വീഫാണ്. ഈ വ്യത്യാസം വരെ മനസ്സിലാക്കാൻ ഫീ തഖ്വീഫ് എന്ന് പറഞ്ഞോടത്ത് പേടിപ്പിക്കലുണ്ട്, ഫീ ഇന്താർ എന്ന് പറഞ്ഞോടത്ത് പേടിപ്പിച്ച് അറിയിക്കലുണ്ട്. ഇങ്ങനെ വേണം. ഈ രൂപത്തിൽ ഫഅലക്ക് വരെ അർത്ഥം വെക്കുന്നിടത്ത് അസമൂലത് പറയും. എന്താ ഫഅലിന്റെ അർത്ഥം? അവനൊരു ആമ്പർന്നോ ചെയ്തു വെക്കണം. പുരുഷൻ ചെയ്തു വെച്ചാൽ ശരിയല്ല. എന്തുകൊണ്ട്? പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ 2 വയസ്സുകാർ കുത്തി ചെയ്താൽ എന്താവും? അത് ഫയലല്ലേ? അപ്പൊ ഫയല അവനൊരു പുരുഷൻ ചെയ്തു അർത്ഥം തെറ്റാണ്. ഫയലത്തിൽ അവനൊരു സ്ത്രീ ചെയ്തു പറഞ്ഞാൽ അത് തെറ്റാണ്. ഇങ്ങനെ അർത്ഥം വെക്കണം. അവനൊരു ആമ്പർന്നോ ചെയ്തു, ആണായി പിറന്നവൻ, കുറ്റിയാരും പാടില്ല, ഗുരു ആരും പാടില്ല, തെമ്മീസുണ്ടെങ്കിലും പാടില്ല, അത് ഫയലല്ല. ഇവിടെ മുതൽ ഇമാമികൾ പറഞ്ഞ വരികൾ, ആ വാക്കുകൾക്ക് ഇമാമുകൾ കൊടുത്ത നിർവചനത്തിൽ നിന്ന് തെറ്റാതെ ഓരോ കാര്യങ്ങളും കൃത്യതയോടുകൂടെ മനസ്സിലാക്കിയപ്പോ ഖുത്ബ പരിഭാഷ ഹറാമാണ്. നിങ്ങൾ നോക്കണം, 1947 എന്താ പ്രമേയം? 1936 ഉണർപ്പ സമ്മേളനത്തിൽ വെച്ച് കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ നേതാക്കന്മാർ പള്ളി മുത്തവല്ലിമാരോടും ഖതീബുമാരോടും എല്ലാം നടത്തിയ അഭ്യർത്ഥന, ഇന്നു മുതൽ എല്ലാവരും പള്ളിയിലെ ഖുത്ബ മലയാള ഭാഷയിലാക്കി മാറ്റണമെന്ന് ഐക്യസംഘത്തിന്റെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉണർപ്പ സമ്മേളനം 36 പ്രഖ്യാപിച്ചപ്പോ 10 വർഷക്കാലം അതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. 47 സമസ്ത മുശാവറെടുത്ത തീരുമാനം എന്താ? ബിദ്അത്ത് മുൻകറത്ത് എന്നാണ്. ബിദ്അത്ത് മുൻകറത്ത്, അതുകൊണ്ട് അത് നിർത്തണം. എല്ലോ തൗഫീഖുള്ളവരൊക്കെ നിർത്തി. 98% പള്ളിയിൽ നിർത്തി. കുറച്ചാൾക്കാർ അത് അങ്ങനെ സ്വാഭാവികം അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നാൽ ഇടക്കാലത്ത് ചില ആളുകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സമസ്തയുടെ ഈ തീരുമാനത്തിനെതിരെ വിമർശനം കൊണ്ടുവന്നു. സുന്നികളായ ആൾക്കാർ തന്നെ എന്താ ബിദ്അത്ത് മുൻകറത്ത് എന്നൊരു തീരുമാനമില്ലാതെ ശറഈൽ അങ്ങനെ ഹുക്കുമില്ല. ശറഈൽ ഹുക്കും 5 ഉള്ളൂ. അത് വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, ഖിലാഫുൽ ഔല. ബിദ്അത്ത് മുൻകറത്ത് പറഞ്ഞാൽ ഹുക്കുമുണ്ടോ? എന്നാ ബിദ്അത്ത് മുൻകറത്ത് പറഞ്ഞൂടെ? ബിദ്അത്ത് മുൻകറത്ത് അതിൽ ഹറാമും ഉണ്ടാകാം, കറാഹത്തും ഉണ്ടാകാം, പിന്നെ ഖിലാഫുൽ ഔല ഉണ്ടാകാം.
ഈ മൂന്നെണ്ണത്തിൽ ഈ വിദേഹത്ത് ഏതിൽ പെടും? ഈ വിമർശനം വന്നപ്പോ ജമ്മുൽ ജവാമി പഠിപ്പിച്ചു തന്ന ഷാഫി ഉസൂല് പഠിപ്പിച്ചു തന്ന ഉസൂലിലൂടെ ഷാഫി മദ്ഹബിന്റെ ഫിഖിന്റെ കിതാബുകളിൽ അയിമത്തുകൾ ജുമുഅ ഖുതുബയെ കുറിച്ച് പറഞ്ഞ എല്ലാ കിതാബുകളും ഉസൂലിനോട് ഒപ്പിച്ചുകൊണ്ട് പഠനം നടത്തിയിട്ട് വന്നരായ ശൈഖുന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറയിൽ 40 ആളിലെ 39 ആളെ കൊണ്ടും അദ്ദേഹം സമ്മതിപ്പിച്ചു അത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് സമസ്ത അത് ഹറാമാണെന്ന് തീരുമാനം കൊണ്ടുവന്നത്. നമ്മൾ 47 പ്രഖ്യാപിച്ച ബിദ്അത്ത് മുങ്കറത്തിന്റെ മാന ഖുതുബ പരിഭാഷ ഹറാമാണ് ഉസൂൽ അനുസരിച്ച്. ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തത് മഹാനായ കസമുലര സമസ്ത മുശാവറയിൽ എത്ര ക്ലാസ് എടുത്തിട്ടുണ്ടെന്നറിയോ ആ അടിമങ്ങൾക്ക് ഹറാമ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അവസാനം സമ്മതിക്കേണ്ടി വന്നു. രണ്ടും സമ്മതിച്ചു. അപ്പോ അവിടെ വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ട്. അതൊന്നും മൂപ്പർക്ക് പ്രശ്നമല്ല. കണ്ണിയത്തിന്റെയും ശംസുൽ ഉലമയുടെയും ഫത്വ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ അവിടെ ശംസുൽ ഉലമയുടെ ഭാഗത്ത് ആരാലോ സ്വാധീനിക്കപ്പെട്ട ആണോ ആ ഫത്വ അങ്ങനെ വന്നതെന്ന ധ്വനി വന്നതിന്റെ പേരിൽ ഇക്കാക്കാനെപ്പ പുറത്താക്കണമെന്ന് മുശാവറയിൽ പറയാൻ ചങ്കൂറ്റം കാട്ടിയ ഏകമൂലരേ ഉള്ളൂ. അത് ഇക്കസമൂലരാണ്. അത് ഇക്കാക്കാനുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ദീനിന്റെ ഫത്വ ചോദിക്കാൻ ചെന്നോര് എങ്ങനെ ചോദിച്ചാൽ അങ്ങനെയല്ലേ ഫത്വ വരിക. ഫത്വ കൊടുത്ത മൂലര് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേ കണ്ണിയത്തിന്റെയും മൂപ്പരുടെയും ഫത്വ രണ്ട് ദിശയിൽ വന്നപ്പോ അവിടെ ആശങ്കക്ക് വകയുണ്ടായപ്പോ പുറത്താക്കണമെന്ന് പറയാൻ ധൈര്യം കാണിച്ചെങ്കിൽ അത് ശംസുൽ ഉലമക്കും അറിയാം. സ്വന്തം അനുജനാകുന്ന ശിഷ്യനാകുന്ന അസമുലിയാര് അത് കേവലം മൂപ്പര് ഇഖ്ലാസിൽ നിന്ന് മാത്രം വന്ന ശബ്ദമാണ്. അതുകൊണ്ടവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന് മടിക്കില്ല. തരീഖത്തിന്റെ ശേഖിനെ തച്ചാള് അതിന് ആരായിട്ടും കാര്യമില്ല. അപ്പോ ഈ ശുജാഅത്തും ഈ ധീരതയും ഈ ചങ്കൂറ്റവും ഈ ഇഖ്ലാസും ഇത് ദീനിനു വേണ്ടി മാത്രം ജീവിച്ച് നടന്ന ഒരു വ്യക്തിത്വമാണ്. സുന്നി എന്ന പേരിൽ നമുക്കൊക്കെ ഇന്ന് നിലനിൽക്കണമെങ്കിൽ ശവ്വാല് പോകുമ്പോഴെങ്കിലും അസമൂലിയർക്ക് ഒരു ഫാത്തിഹ ഓതണ്ടേ? വേണ്ടത് എല്ലാ ദിവസവും ഓതലാണ്. ശിഷ്യന്മാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നിത്യ ഉസ്താദിനൊരു ഫാത്തിഹെങ്കിലും വെള്ളിയാഴ്ച രാവിലെ യാസീൻ ഓതും. പാപ്പാക്കുമ്മക്കൊക്കെ ഓതുമ്പോൾ അതിലൊക്കെ ഉസ്താദുമാരുണ്ടാവും, എല്ലാ ഉസ്താദുമാരും ഉണ്ടാവും. പക്ഷേ ശവ്വാല് മാസം കടന്നു പോകുമ്പോ ഈ അസമൂലിയരെ ഓർമ്മയില്ല എന്ന് വന്ന ഒരു സുന്നി പറയാൻ അവകാശമില്ല. അത്രയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം ജീവിച്ച, ഈ സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇനിയും ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ എത്രയോ വട്ടം പലയിടത്തും പറഞ്ഞത് തന്നെ ആവർത്തിക്കണ്ട എന്ന് കരുതി ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എടുത്ത പണി, ത്യാഗം, അതൊക്കെ അറിഞ്ഞാൽ ഞാൻ 80 കാസർഗോഡ് പഠിക്കുമ്പോൾ ഉസ്താദിനൊരു ഫോൺ വരുന്നു. ഉസ്താദിന് ഫോൺ വരിക. ഈ ഫോണിൽ 5 മണി സമയം ഞാനടക്കം 6 or 7 കുട്ടികൾ ഉസ്താദിന്റെ റൂമിലുണ്ട്. മുതിർന്ന കുട്ടികളടക്കമൊക്കെ റൂമിൽ വിളിച്ചിട്ട് നാടിന്റെ സാഹചര്യം, ദർസിന്റെ സാഹചര്യം, കുട്ടികളെ സ്ഥിതികളൊക്കെ ചോദിച്ചറിയും. അങ്ങനെ ഉസ്താദിന്റെ റൂമിൽ നിൽക്കുമ്പോഴാണ് ഫോൺ വന്നത്. 80-ലാണ് ഫോൺ വന്നോ. ഫോൺ നമ്മൾ ഉസ്താദ് പറയണതേ കേൾക്കുള്ളൂ. അപ്പുറത്തെ വിളിക്കണത് നമ്മൾ കേൾക്കില്ലല്ലോ. കറക്കി അടിക്കണ ഫോണാണ്. അന്ന് കേരളത്തിൽ സ്വന്തം റൂമിൽ ഫോണുള്ള മൂല്യം മൂപ്പരനും കിട്ടും. കാസർഗോഡ് കാതിയായതുകൊണ്ട് കാതിയാർക്കുള്ള ഫോണാണ്. ഫോണ് വന്നപ്പോ ഹലോ, വലൈക്കും സലാം. പിന്നെ കേൾക്കണത് ഇന്നാലില്ലായ്മ ഇന്നായിലേ രാജ്യം, ഇന്നാലില്ലായ്മ ഇന്നായിലേ രാജ്യം. അപ്പൊ ആരോ മരിച്ചു. പിന്നെന്താ പറയണത് ഉസ്താദ്? 5 മണിന്റെ വണ്ടി പോകുന്നു. ഇനി 9 മണിക്കാണ് ട്രെയിനുള്ളത്. ഞാൻ ആ ട്രെയിനിന് വരാം, ജയന്തി എക്സ്പ്രസ്. ഞാൻ അതിന് വരാം. അത് കോഴിക്കോട് എത്തുമ്പോ 12:30 മണിയാവും. അപ്പൊ അവിടെ ഇക്കാക്ക പോയില്ലെങ്കിൽ വലിയ മുസീബത്താ. ഇക്കാക്ക പോവില്ല. പക്ഷെ ഇക്കാക്കാനെ കൊണ്ടുപോകണം, ഇക്കാക്കാനെ കൊണ്ടുപോകണം. ഞാനിത് പറയുന്ന എന്തിനാ?
സംഘടനാ രംഗത്ത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരുമയും യോജിപ്പും നിലനിർത്താൻ അവരൊക്കെ നടത്തുന്ന 80-ലൊക്കെ നടത്തുന്ന ചിന്ത, നിങ്ങൾ വിചാരിച്ചല്ലേ സമസ്ത പിളർന്നത് 85-ല് നദവി സാഹിബിന്റെ ഒപ്പം സംസുലനം ഇരുന്നതുകൊണ്ടാണ് വെച്ചത് എന്ന് വിചാരിച്ചു പോകരുതേ. ഒന്നുമല്ല, അതിൻ്റെ ഒക്കെ മുമ്പേ ഇതിന്റെ ഉള്ളിൽ പോകണ വിഷയമാണ്. അപ്പൊ എന്താ കാക്ക പോകൂല? കാക്ക പോകാതിരുന്നാലോ പ്രശ്നമാണ്. കാക്ക പോകണം, കാക്കാനെ കൊണ്ടുപോയേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ 12:30 ഞാൻ എത്തുമ്പോഴേക്കൊരു വണ്ടി ശരിയാക്കണം. വണ്ടി ഇല്ലാതെ കാക്കാനെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ മറ്റാൾ ചോദിച്ചിരിക്കണം, ഇക്കാക്കാന് പാകപ്പോഴോ പോരോ? മറുപടി എന്താണ്? പെരയെന്ന് ഇറക്കലും കുപ്പായടിക്കലും പെരയെന്ന് ഇറക്കലും ഞാൻ ഏറ്റു. അതിൽ നിങ്ങൾ പേടിച്ചാലണ്ട. പക്ഷെ നടക്കണമെങ്കിൽ കാറ് വേണം. എവിടെന്നെങ്കിലും ഒരു കാർ ഒപ്പിക്ക്. അപ്പൊ പിന്നെ മറ്റൊരാൾ ചോദിച്ചിരിക്കണം. അപ്പൊ ഈ മൂപ്പര് അവിടെ ഇപ്പം മറ്റേ കൗമുണ്ടാവുമല്ലോ. ഏത് കൗമ്? നിങ്ങളാരും അറിയാതെ 80-ലൊക്കെ തന്നെ ഉള്ളിലുള്ള കൗമ്. ആ കൗമെ കണ്ടുകൊണ്ടായിട്ടാണ് മൂപ്പര് പോകാത്തത്. അവരുണ്ടാവൂലേ? അതിന് മറുപടിയാ. അവരൊക്കെ 10 മണിക്കല്ലേ ജന്നാത്തെടുക്കല, അപ്പോൾ തന്നെ വരുള്ളൂ. നമുക്ക് സുബൈൻ്റെ മുമ്പ് കാക്കാൻ തിരിച്ചോണ്ടിരാം. അപ്പൊ കാക്ക പോകാത്തത് കൊണ്ട് സമസ്തയിലൊരു പൊട്ടലിച്ചിട്ടുണ്ടാകാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചിന് ശേഷം ഞങ്ങളിങ്ങനെ 6 ആൾക്കാർ ആരാപ്പി മരിച്ചതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കല്ലേ. 10 സെക്കൻഡ് മൗനത്തിന് ശേഷം ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു, മഹാനായ വാണിയമ്പലം മുഫത്തായി. വാണിയമ്പലം മരിച്ചുകൊടുത്ത കഥയൊക്കെ പറഞ്ഞു. അന്നെന്തേ കാക്കാക്ക് പോകാതെക്കാൻ? കൂട്ടിന് അന്നുണ്ട് 89-ലുണ്ടായ പ്രശ്നം അന്നുണ്ട്. പക്ഷെ അന്നും ഇക്കാക്ക ഇവിടെ അല്ലേന്ന് മാത്രം. വേറെ വിഷയം ഇരിക്കട്ടെ. അല്ലാഹുമ്മഗ്ഫിർലഹും, എല്ലാവർക്കും അത് പുറത്തു കൊടുക്കട്ടെ. എല്ലാവരും നന്മ ഉദ്ദേശം തന്നെയാണ്. പക്ഷെ 80-ൽ എന്തായിരുന്നു പ്രശ്നം? വാണിയമ്പലം വഫാത്തായിടത്തേക്ക് ഇക്കാക്ക പോകാതിരുന്നാൽ അത് സമസ്തയിൽ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് കൊണ്ടുപോകാൻ അന്ന് ഒരൊറ്റ മൗലിയാർക്കും കാറില്ല. രാത്രി 12:30 മണിക്ക് ഞാൻ അവിടെ എത്താം. അപ്പോഴേക്ക് കാറുകൾ സംഘടിപ്പിക്കണം. വിളിച്ചത് ഉസ്താദാണ്. SYSന്റെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റിനെ വിളിക്കാണ്. സമസ്തയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ തന്ത്രം. എന്നിട്ട് എന്തേ? രാത്രിക്ക് രാത്രി മഹാനായ ശംസുലമയെ കൂട്ടി എവിടുന്നോ ഉസ്താദ് ഒപ്പിച്ച മർക്കസിനും കൂടി കാറില്ല. അല്ല, മർക്കസ് തുടങ്ങിയിട്ടില്ല. 80-ലല്ലേ മർക്കസ് തുടങ്ങിയിട്ടില്ല. എന്നിട്ട് മൂപ്പര് കാന്തപുരത്ത ഈ കാർ ഒപ്പിച്ച് കൊണ്ടുപോയി വാണിയമ്പലത്തിന്റെ ജനാസൊക്കെ കൊണ്ടുപോയി തിരിച്ചു വന്നു. അന്ന് സമസ്തയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഉപകരിച്ചു. പ്രശ്നം എന്തായിരുന്നു? അതിലൊക്കെ നമ്മളിപ്പോ കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത്, ഈ സുന്നി മുസ്ലിംകളുടെ കേന്ദ്രമായ, അവരുടെ അഭയകേന്ദ്രമായ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെയും അതിന്റെ വിദ്യാഭ്യാസ ബോർഡിനെയും അതിന്റെ വിഭജന പ്രസ്ഥാനത്തെയും ഒക്കെ സുന്നത്ത് ജമാഅത്ത് എന്ന പാതയിൽ ഉറച്ചു നിർത്താൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടവും പാച്ചിലും ചിന്തയും ഇതിന്റെ തിരക്കല്ലാതെ ആ മനുഷ്യന് നയാ പൈസ ഉണ്ടാക്കുന്ന തിരക്കല്ല. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഇഖ്യാസ് മുസ്ലിയാരോട് സ്നേഹമുള്ളവൻ ആദർശ പഠനത്തിന് 1-ാം സ്ഥാനം നൽകുക എന്നത് മാത്രമാണ് ഇതിന്റെ ഒക്കെ പൊരുള്. കാരണം മൂപ്പര് ആ പണിയെടുത്തിട്ടാണ് ഈ പ്രസ്ഥാനത്ത് നിലനിർത്തിയത്. സുന്നത്ത് ജമാഅത്ത് പഠിച്ചിരിക്കണം. ഇനിയും ഒരു കാലത്ത് ഇതുവരെ കേൾക്കാത്ത പുതിയ വാദങ്ങൾ വന്നേക്കാം. നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ നന്നായി കിതാബ് പഠിക്കണ്ടേ? അയിമത്തുകൾ എന്താ പറഞ്ഞു വെച്ചത് തന്നെ പഠിച്ചാൽ മതി. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഏത് പുത്തൻ വാദത്തിനും എതിരെ മറുപടി പറയാൻ ഇന്നത്തെ കിതാബുകളിൽ ഇമാമുകൾ പറഞ്ഞു വെച്ച വരികളിലുണ്ട് അതിന്റെ ഉത്തരം. പക്ഷെ അതിനത് മനസ്സിലാകണ കോലത്തിൽ അത് പഠിക്കണമല്ലോ. പഠിക്കണം, ഇപ്പോഴേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല. അതിന് മുത്തഅല്ലിമീങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്നാമത് അദബാണ്, അച്ചടക്കമാണ്, അനുസരണമാണ്. പിന്നെ ഇൽമിനോട് റഗബത്ത, കൊതിയാണ്. എനിക്കത് പഠിയണം, ഞാൻ ആലിമാകണമെന്ന ആഗ്രഹമാണ്. അതിന്റെ സീറത്തും സ്വഭാവം ഒക്കെയാണ്. ഉസ്താദ് വെറുതെ കുട്ടികളെ തല്ലൂല. മുദരിസന്മാരെ കൂട്ടത്തിൽ ഇഖ്യാസ് മൗലിയാരെ പോലെ തന്റെ കുട്ടികളെ പോത്തിനെ തല്ലും പോലെ തച്ച വേറെ മൗലിയരില്ല, ഉറപ്പാ. അമ്മാതിരി അടിയടിക്കും. പക്ഷേ പഠിക്കാത്തതിനടിക്കൂല. പഠിക്കാത്തവൻ ഓനത്ര എന്നുള്ളൂ എന്ന് വെക്കും. ഓനത്രേ മനസ്സിലാക്കൂ. അള്ള കൊടുത്ത ബുദ്ധി ഓനത്രേ ഉള്ളൂ. പക്ഷേ ഒരു മുത്തഅല്ലിമിന്റെ അടുത്ത് ഒരു മുത്തഅല്ലിമിന് ചേരാത്ത അച്ചടക്കരാഹിത്യം കണ്ടാൽ
അവനെ മാത്രമല്ല, അവൻ ഏത് കൂട്ടത്തിലാണോ ഓന്റെ ശരീക്കന്മാർ അവൻ ഉൾക്കൊള്ളുന്ന ക്ലാസ്സിൽ പരിശോധന നടത്തിയിട്ട് അവനെ മാത്രമല്ല ഓന്റെ ഒപ്പം പഠിക്കുന്ന എല്ലാവരും തരും. 10 ആളുള്ള കുട്ടികളാണെങ്കിൽ ഒരുത്തന്റെ അടുത്ത കുരുത്തക്കേട് കണ്ടത് നോക്കുക. അത് ആവർത്തിച്ച് കാണണം. 1 വട്ടോ 2 വട്ടോ പോരാ. വീണ്ടും വീണ്ടും ഇവൻ ഇതിന്റെ ആളാണെന്ന് ബോധ്യപ്പെട്ടാൽ അവനുള്ള കിതാബ് പരിശോധിക്കും. എന്നിട്ടോ അവനും കിട്ടും, അവന്റെ ഒപ്പമുള്ള ബാക്കി 9 ആക്കും കിട്ടും. എന്തിനാ 9 ആക്കി കിട്ടുന്നത്? കൂട്ടത്തിൽ ഒരുത്തൻ അങ്ങനെ ഒരു വൈകൃതത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്വം കൂട്ടുകാർക്കൊക്കെ ഉണ്ടെന്ന് എല്ലാവരും കിട്ടും. തെറ്റുണ്ടാക്കും. അവിടെ ഒരു രംഗം എനിക്ക് അനുഭവിച്ചെന്ന് ഞാൻ പറയട്ടെ. മുത്താലിമയൊക്കെ പാടാണ് അവിടെ. ഒരിക്കൽ ജമ്മുൽ ജവാമിയെ 2ാം ഭാഗം പരിശോധിച്ചു. പാലക്കാട് നിന്നാണ്. ആരിലോ ഒരാളിൽ എന്തോ കുരുത്തക്കേട് കണ്ടു. ചിലപ്പോ അങ്ങാടി കൂടെ വീടി വെച്ച് പോയതാവും, അല്ലെങ്കിൽ തലയിൽ കെട്ടാതെ നടന്നതാവും, മുത്താലിമിന്റെ ശക്കിൽ അല്ലാതെ പോയതായിരിക്കും, അല്ലെങ്കിൽ കൃത്യമായി സുബൈന്റെ ജമാഅത്തിന് വരുന്നുണ്ടാവില്ല, ഇത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും മസ്ബൂക്കായി ചിലപ്പോൾ വരുന്നുള്ളൂ, ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ അച്ചടക്കരായിട്ടാണ്. അല്ലെങ്കിൽ അദ്ദാദിന് കൂടുന്നുണ്ടാവില്ല. പലവട്ടം കണ്ടപ്പോ അവനുള്ള ടീം 7 പേർ അവരാണ് പരിശോധിച്ചിട്ടോ വായിക്കളാന്ന് അർത്ഥം വെക്കുന്നു പറഞ്ഞു. വായിച്ചു, അർത്ഥം വെച്ചു. 1ാമത്തോൻ തന്നെ വായിച്ചു യസ്ബുത്തൂന്നെത്തി, സ്ഥിരമാവുമെന്ന് പറഞ്ഞു. അവിടെയാണ് പിടിച്ചു. സ്ഥിരമാവു എന്ന് വെച്ച് ശബ്ദം. എന്തായാലും മലയാളം പറയാ, നിലകൃതിയാവുന്നത്. നിലകൃതിയാകുമെന്ന് വെച്ചാൽ അതിലേറെ വല്ല വെച്ചു. ഈ 2 എണ്ണം അല്ലാതെ ഞാൻ മലയാളത്തിൽ പറയല്ല. സ്ഥിരമാവും നിലകൃത്യം, സ്ഥിരമാവും നിലകൃത്യം. മറ്റോനായി വെച്ചാബ്രഹ്മാനെ അങ്ങനെ വെച്ച് 7 ആളും. ഈ 7 ആൾക്കും ഇത് 2 ആളുകളെ പറയാനില്ല എന്ന് വന്നതോടെ വലപാട് കൂടിയിട്ട് എടിച്ചു, നല്ലോണം പെരുമാറി. 1ാം റൗണ്ട് ആദ്യത്തെ വലപ് തീർക്കലാണ്. എന്നിട്ട് കുറെ കണ്ടതൊക്കെ പറയും. അവിടെയാണ് കണ്ട തെറ്റെന്താന്ന് പറയാം. അതാണ് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന എവിടുന്നാണ് പഠിക്കാൻ പറ്റുക, എങ്ങനെ നിങ്ങൾ നന്നാകാം. എന്നിട്ട് 2ാം റൗണ്ട് അടിയിലാണ് നേരായ അർത്ഥം പറഞ്ഞു കൊടുക്കുക. 2ാമത്തെ റൗണ്ടിൽ അർത്ഥം പറഞ്ഞ എന്താ സുബൂത്താവും. അതാണ് എന്തേ കാരണം? ഇന്നലെ ഓതിക്കൊടുത്തപ്പോ ഉസ്താദ് പറഞ്ഞത് സുബൂത്താകുമെന്നാണ്. സ്ഥിരമാകുമെന്നും നിലകൃതിയാകുമെന്നും 2 മലയാളവും സ്വീകരിക്കാത്തപ്പോ ഈ ഹയവാന് അന്തണ്ടെങ്കിൽ പിന്നെ ഇന്നലെ ഓതി തന്നപ്പോ മൂപ്പരെന്തേ പറഞ്ഞെന്ന് ഓർമ്മയല്ലേ? അത് ഓർമ്മയില്ല. അപ്പൊ ഉസ്താദ് ചൊല്ലിത്തരുമ്പോൾ എങ്ങനെ വായിക്കുന്നു, എന്തർത്ഥം പറയുന്നു, ഇത് ഓരോ മുത്താലിനും ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇത് ശ്രദ്ധിച്ചതാണ് അസമൂലനാക്കിയത്. അതുകൊണ്ടാണ് കോടതികളിലൊക്കെ ഉത്തരം കിട്ടിയത്. അതുകൊണ്ടാണ് ഒരു കുറിപ്പും പേപ്പറും ബുക്കും കയ്യിലില്ലാതെ ആരെ ചോദ്യം നേരിടാൻ പറ്റിയത്. നന്നായി പഠിച്ചാൽ നിയ്യത്ത് നന്നാകുകയും ചെയ്യാം. അതുകൊണ്ട് മുതാലിമീങ്ങൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബുകൾ ഇബാറത്ത് വ്യക്തമായി മനസ്സിലാക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പൗരന്മാരും ആദർശ പഠനത്തിൽ തൽപരരാവുകയും ചെയ്യുക നമ്മൾ ഉസ്താദിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ കടപ്പാട് അതായിരിക്കും. അങ്ങനെയുള്ളൊരു കടപ്പാട് രേഖപ്പെടുത്തലിന് എന്തൊക്കെ ചെയ്യാം ഈ കാലഘട്ടത്തിൽ, അതിനൊക്കെ വിശാലമായ സൗകര്യം അല്ലാഹു തആല നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.